ഗുഡ് ഈവനിങ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈട്രജന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതില് നമ്മൾ പേരൊക്കെ ഒന്ന് പഠിച്ച് ക്ലിയർ ആയിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാം. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ അതിന്റെ അണ്ടറിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്ന പൊസിഷൻ മനസ്സിലാക്കാൻ ചാപ്പില്ല. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് അതിൽ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു, ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷനിലേക്ക് ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഹെഡിങ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. Addition of ammonia and its derivative. Heading: Addition of ammonia and its derivative. Addition of ammonia and its derivative. അല്ലേ? അപ്പൊ അഡിഷൻ എന്നുള്ള ഒരു വേർഡ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ആ റിയാക്ഷൻസ് ഒക്കെ വരിക എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് 7 ടൈപ്പ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അപ്പോൾ അത് എല്ലാവരും കൊണ്ട് പേരൊക്കെ പറയിപ്പിക്കും. എങ്കിൽ പഠിക്കാൻ എളുപ്പമാണ് ആക്ച്വലി അതിന്റെ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പൊ ഫസ്റ്റ് അത് ഇമീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്, IMINE, ഇമീൻ. സെക്കൻഡ് വരുന്നത് ഷിഫ്റ്റ് സ്പേസ്. തേർഡ് വരുന്നത് എന്തായിരുന്നു? ഓക്സിൻ കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹൈഡ്രസോൺ. പിന്നെ എന്തായിരുന്നു? ഫിനൈൽ ഹൈഡ്രസോൺ. പിന്നെ ഒരു DNP, ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. പിന്നെ വരുന്നത് സെമി കാർബസോൺ. അങ്ങനെ 7 കോമ്പൗണ്ടുകളായിട്ടുള്ള രീതിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആ പേരുകൾ വേഗം ഓർഡറിൽ 1, 2, 3 ആയിട്ട് അങ്ങ് എഴുതാം. എന്നിട്ട് അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇമീൻ, IMINE, ഇമീൻ, IMINE, ഇമീൻ ഫസ്റ്റ് കേട്ടോ. നോക്കാം. ഇമീൻ, IMINE, ഇമീൻ. സെക്കൻഡ് ഷിഫ്റ്റ് സ്പേസ്, SCHI FFS, SCHI FFS, shift space or substituted imine, or substituted imine, shift space or substituted imine. എന്റെ പേരാണ് കേട്ടോ. ഷിഫ്റ്റ് സ്പേസ് തന്നെയാണ് ചോദിക്കാറ്. or substituted imine. Third oxime, 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 oxime. ഫോർത്ത് വരുന്നത് ഹൈഡ്രസോൺ, HYDRAZONE, ഹൈഡ്രസോൺ, ഹൈഡ്രസോൺ ഫോർത്ത്. ഫിഫ്ത്ത് വരുന്നത് ഫിനൈൽ ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, ZONE, ഫിനൈൽ ഹൈഡ്രസോൺ. The next sixth DNP derivative, DNP derivative ക്യാപിറ്റൽ ആണ് കേട്ടോ. D ക്യാപിറ്റൽ, N ക്യാപിറ്റൽ, P, DNP ഡെറിവേറ്റീവ്. അതിന് ഫുൾ ഫോം കുറച്ച് കഴിയുമ്പോൾ ഹെഡിങ് ആയിട്ടൊക്കെ എഴുതും കേട്ടോ. ഡൈനൈട്രൈൽ ഫിനൈൽ ഹൈഡ്രസോൺ എന്നൊക്കെ ഉള്ളത്. Then next സെമി കാർബസോൺ. സെവൻത് വരുന്നത് സെമി കാർബസോൺ, സെമി കാർബസോൺ, സെമി കാർബസോൺ, SEMI, സെമി ഒരേ വേർഡാണ്, CARBAZONE, സെമി കാർബസോൺ, സെമി കാർബസോൺ. കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരടക്കം എല്ലാവരും പേര് കറക്റ്റ് ഓർഡറിൽ ആദ്യത്തെ 4 സ്ട്രോങ് ആക്കുക. ആദ്യത്തെ 4 സ്ട്രോങ് ആക്കാൻ കാരണം ആ 4 കഴിഞ്ഞാൽ പിന്നെ നോക്കിയേ ഹൈഡ്രസോൺ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഫിനൈൽ ഹൈഡ്രസോൺ കേട്ടോ. ആ ഹൈഡ്രസോണിന്റെ തന്നെയാണ് അടുത്ത വരുന്നത്. പിന്നെ എന്തായിരുന്നു ആക്ച്വലി നെക്സ്റ്റ് വരുന്നത്? DNP. DNP എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. പിന്നെ നെക്സ്റ്റ് എന്താണ്? സെമി കാർബസോൺ. ലാസ്റ്റത്തെ മാത്രം വീണ്ടും പഠിക്കേണ്ടി വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് 4 സ്ട്രോങ് ആക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അല്ലേ? അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം? ബാക്കിയും കൂടി പുറത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അവർ വൈകി വന്നു അല്ലേ? നമ്മളിപ്പോ ഒരു ടോപ്പിക്കിന്റെ കണ്ടന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ വേഗം പഠിക്കുക കേട്ടോ. ഞാനപ്പോ ഈ ബോർഡിൽ എഴുതും കേട്ടോ. ആ ബോർഡിൽ എഴുതുന്ന സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഒരു റിയാക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്.
ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ റൈറ്റ് ടൈമിൽ ജോയിൻ ചെയ്യണം കേട്ടോ. നിങ്ങളെ കണ്ടന്റ് ത്രെഡ് തുടക്കം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവില്ല. നമുക്ക് ലാസ്റ്റ് എഴുതാം. ഓർഡർ കേട്ടോ. പേര് ഷിഫ്റ്റ് സ്പേസ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട. ഷിഫ്റ്റ് സ്പേസ് ഓക്സിൻ ഹൈഡ്രസോൺ ഫിനൈൽ ഹൈഡ്രസോൺ 2,2-dimethyl phenyl hydrazone. Okay. 2,4 ആണ് ട്ടോ. ഓർത്ത് വെക്കാം. സെമി കാർബൺ ട്ടോ. DNP എന്ന് പറഞ്ഞാൽ മതി ഇപ്പോ. ഓക്കേ. നെക്സ്റ്റ് shift space oxygen hydrazone phenyl hydrazone DNP സെമി കാർബൺ കേട്ടോ. ഓർത്ത് വെക്കാം. ഓൺലൈനിൽ അരുന്ധതി പറഞ്ഞു. പറഞ്ഞു അടുത്ത്. DNP സെമി കാർബൺ കേട്ടോ. ഓർത്തുക. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും വീഡിയോ ഓണാക്കി. ആ പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞേക്കുന്ന ആൾക്കാർ ഒഴിച്ച് ബാക്കി ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കുക കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിക്കും കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. പാരൻസിനെ വിളിക്കും. ക്ലാസ്സുകൾ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിൽ മെസ്സേജ് അയക്കണം ഇപ്പോൾ കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്ന റീസൺ കൊണ്ടാണ്. അപ്പോൾ ചില ആൾക്കാർ പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാത്ത ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കുക. നിങ്ങൾ അറ്റൻറ്റീവായിട്ട് ഇരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഓർത്ത് നോക്കുക. അമൃതയ്ക്ക് ഫീവർ ആണെന്ന് പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്തേക്കാം. ഓക്കെ. കേട്ടോ. ഓക്കെ. ദേവപ്രിയ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അക്വിൻ, അമർ, സൗരഭ് പേരിങ്ങനെ എടുത്ത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ സൗരഭ് ഐ എം നോട്ട് വെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ഒന്നല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. അക്വിൻ പറഞ്ഞു കേട്ടോ. സെമി കാർബൺ അല്ലേ? സെമി ഗൂഗിളാ പേപ്പർ ഇല്ല. മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. മൈക്ക് 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 ഇനി പറഞ്ഞു. സെമി കാർബോസോൺ കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് എത്താം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 7 കോമ്പൗണ്ട് നൈട്രജൻ അല്ലെ ഉള്ള കോമ്പൗണ്ടുകളാണ്. നമ്മൾ ഹെഡിങ് എഴുതിയേക്കുന്നത് എന്തായിരുന്നു? ആക്ച്വലി ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ അല്ലെ. അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഓരോ ഹെഡിങ്സും സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ നോക്കുക. നെക്സ്റ്റ് താഴെ എഴുതി വെക്കുക. ഇമീൻ IMINE ഇമീൻ 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 ഇമീൻ. താഴെ അതിനോട് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് അമോണിയ aldehyde or ketone react with ammonia
aldehyde or ketone react with ammonia to form imine. Aldehyde or ketone react with ammonia to form imine. Then ഇവിടെ ഇക്വേഷൻ എഴുതുക കേട്ടോ. ഇതുണ്ടോ CH3CHO plus NH2. ഇനി നമുക്ക് ഒരു രണ്ടെണ്ണം ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ട്രിക്ക് കിട്ടും. എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ റിയാക്ഷനിലും ഇവിടെ നിന്ന് H2O റിമൂവ് ചെയ്തു പോകും. H2O ഇവിടെ ഓർത്ത് നോക്കുക. അതിവിടെ നോക്കുക CHO യിൽ നിന്ന് ഓക്സിജൻ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. ഓക്സിജൻ ഇനി ഇവിടെ വരുമ്പോൾ ഈ ഓക്സിജൻ എടുക്കരുത്. ആൽഡിഹൈഡ് ഓർ കീറ്റോണിൽ നിന്ന് ഓക്സിജൻ. ദെൻ NH3 നൈട്രജന്റെ അടുത്തുള്ള ഹൈഡ്രജൻ മാത്രം എടുക്കാവൂ. പല സ്ഥലത്തും ഹൈഡ്രജൻ ഉണ്ടാവും, അത് എടുക്കാൻ പാടില്ല. അവിടെ നിന്ന് രണ്ട് H2O റിമൂവ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നത് H2O പോയി റിമൂവ് ചെയ്ത് H2. ബാക്കിയുള്ളത് ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ളത് അപ്പൊ എങ്ങനെ വരും? CH3 CH നോക്കിയേ. ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട്. കാരണം എന്താ? ഓക്സിജൻ അവിടെ അല്ലേ? ഓക്സിജൻ എന്തായിരുന്നു? C ഡബിൾ ബോണ്ട് ആണ്. ദെൻ റിമൈനിങ് എന്ത് വരും? NH. ഓക്കേ, അപ്പൊ ഈ കോമ്പൗണ്ട് പേരാണ് ഇമീൻ. എന്ന് പറയുന്നത് കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ആര് റിയാക്ട് ചെയ്യുമ്പോഴാണ്? അമോണിയ. അപ്പോ നിങ്ങൾ ഇമീൻ എന്ന് പറഞ്ഞാൽ അമോണിയ എന്ന് മൈൻഡിലേക്ക് വരണം. ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് അമോണിയ. അപ്പൊ അമോണിയാണ് ആദ്യം മനസ്സിൽ വരേണ്ടത്. പല ആൾക്കാരും ഇങ്ങനെ പിടിക്കാൻ പറ്റും, ഇമീൻ ഡാഷ് ഡാഷ് NH ഡാഷ് ഡാഷ് NH അങ്ങനെ പറയാൻ പറ്റും. കാരണം അത് അസറ്റോഫിനോൺ റിയാക്ട് വിത്ത് അമോണിയ. അപ്പൊ എന്ത് വരും? അസറ്റോഫിനോൺ എന്ന് പറയുമ്പോൾ എന്താ? ബെൻസീനിന്റെ മുകളിൽ C ഡബിൾ ബോണ്ടോ, അവിടെ NH വരും. മനസ്സിലായി? അപ്പൊ എവിടെയാണോ അത് വരും. അപ്പൊ ഇമീൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ NH3 ഓർത്ത് വെക്കണം. ഇമീൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ എന്താ ഓർത്ത് വെക്കണ്ടേ? NH3. എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ആ പേരുകൾ ഓർഡറിൽ എഴുതിയത് കേട്ടോ. ഓക്കെ, അല്ലാതെ ഇതെന്താ നിങ്ങൾക്ക് എപ്പോഴും എഴുതരുമ്പോ അങ്ങനെ എഴുതരുള്ളൂ. ഡബിൾ ബോണ്ട് NH അങ്ങനെ എഴുതുന്ന ഒരു കാര്യമില്ല. ആര് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓർത്ത് വേണ്ടത്. അപ്പൊ ഇക്വേഷൻ എടുത്ത് എഴുതുക കേട്ടോ. ഇതിന്റെ താഴെ ആൽഡിഹൈഡ്, ഇതിന്റെ താഴെ അമോണിയ, ഇതിന്റെ താഴെ ഇമീൻ കേട്ടോ. ഈ കോമ്പൗണ്ടാണ് ഇമീൻ. അപ്പൊ CH3 CH ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അവിടെ കീറ്റോണോ വേറെ ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും വരാം, അല്ലെ ആൽഡിഹൈഡ് ഏത് ആൽഡിഹൈഡും ഏത് കീറ്റോണോ ഒക്കെ വരാം. ഇമീൻ, ഇത് അമോണിയ. അതുകൊണ്ടാണ് നമ്മൾ വേർഡിൽ എഴുതിയത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇക്വേഷൻ എഴുതാം. അതിന്റെ താഴെ NH3 എന്താണ്? അമോണിയ. ഇതിന്റെ താഴെ ഇമീൻ. ഇതെന്തായിരുന്നു? ആൽഡിഹൈഡ് അല്ലെ? ഇവിടെ എന്ത് വരാം? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അപ്പൊ എഴുതണം കേട്ടോ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്ന് എഴുതണം. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അപ്പൊ ആൽഡിഹൈഡ് ഒരു എക്സാമ്പിൾ ആയി തന്നു. ഇത് മാത്രമല്ല, CH3CHO അല്ല, വേറെ ഇത് കോമ്പൗണ്ട് വേണമെങ്കിൽ വരാം. നെക്സ്റ്റ് സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കാം. എല്ലാത്തിലും സെയിം മെക്കാനിസം. പ്ലസ് H2 കേട്ടോ. H2 ആണ് റിമൂവ് ചെയ്തേക്കുന്നത്. എല്ലാത്തിലും H2O റിമൂവ് ചെയ്തു കേട്ടോ. ഓക്കെ, കേട്ടോ. ഇവിടെ H2 ഉണ്ട്, H2O അത് എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. ഇമീൻ കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു? ഷിഫ്റ്റ് സ്പേസ് കേട്ടോ. ഓർത്ത് വെക്കാം. സെക്കൻഡ് ഹെഡിങ് ഷിഫ്റ്റ് സ്പേസ്. ആണ് സെക്കൻഡ് ഹെഡിങ്. ഷിഫ്റ്റ് സ്പേസ് SCHIFFS അല്ലേ? ഷിഫ്റ്റ് സ്പേസ് അവിടെ എഴുതി വെക്കുക. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ react with aldehyde or ketone react with RNH2. നമുക്കറിയാം എന്താണ്? എന്തായിരിക്കും? അമീൻ കേട്ടോ. aldehyde or ketone react with amine to form shift base. aldehyde or ketone react with RNH2 എന്ന് പറഞ്ഞാൽ എന്താ? അമീൻ. അമീൻ എന്ന് എഴുതണം കേട്ടോ. അമീൻ to form shift base. എവിടെ നോക്കുക? ഇത് കണ്ടോ, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്ന പോലെ എളുപ്പമല്ല. എക്സാമിന് വരുമ്പോൾ ഇതുപോലെയല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഇവിടെ ഏത് ആൽഡിഹൈഡും കീറ്റോൺ ആവും കണ്ടോ. ഓയും ഈ NH2 H അണ്ടർലൈൻ ചെയ്തു. H2O പോയി. റിമൈനിങ് എന്തുണ്ട്? ഈ N ഉണ്ട് അല്ലെ? ഈ CH ഉണ്ട്. ആ CH ഡബിൾ ബോണ്ട് NR കണ്ടോ. ഓർത്ത് നോക്കാം. ആ കളറൊക്കെ മാറ്റി ഇടുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു പേനില്ലെങ്കിൽ കുഴപ്പമില്ല, അത് മാറ്റി എഴുതണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എങ്ങനെയായി, എന്തുകൊണ്ടായി. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി എല്ലാത്തിനും ഒരേ ഫ്രെയിമിൽ ഞാൻ ഈ എഴുതി ആദ്യം വെക്കുന്നതിന്റെ കാരണം ഇതെല്ലാം ഒരേ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉള്ളൂ, ഇങ്ങനെ വേർഡിംഗ് ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആണ്, പഠിച്ചോ. ആ രീതിയാണ്. അപ്പോൾ ചില സ്കൂളുകളിൽ ആ ടേബിൾ റഫർ എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുള്ളൂ. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ അകത്ത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. ഓക്സിൻ. ഓക്സിൻ, OXIME, ഓക്സിൻ. ഓക്സിൻ എഴുതി വെക്കാം. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഏതാ എവിടുന്ന് റിമൂവ് ചെയ്യുന്നു അവര്, എവിടെയല്ലേ ബാലൻസ് വരിക അല്ലേ, നൈട്രജന്റെ ബാലൻസ് വരിക. ഇവിടെ ഇത് എഴുതണം കേട്ടോ, ഇവിടെ അമീൻ എഴുതണം. ഇതിന്റെ പേരാണ് എന്താ, ഷിഫ്റ്റ് ബേസ്. അപ്പൊ ശ്രദ്ധിക്കട്ടോ, സെക്കൻഡ് എഴുതിയേക്കുന്ന സ്ഥലത്ത് ഇതെന്താണ്, അമീൻ. ഇത് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ്, മനസ്സിലാവണം കേട്ടോ. ഇതെന്താ, അമീൻ. ഇതെന്തായിരുന്നു, ഷിഫ്റ്റ് ബേസ്. അപ്പൊ ഷിഫ്റ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് അമീൻ ഓർമ്മ വേണം, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ഷിഫ്റ്റ് ബേസ് എന്ന് പറയുമ്പോൾ ആദ്യം എന്തോ പഠിക്കണം, അമീൻ കേട്ടോ. ഓക്കെ, ഞാൻ ഈ കണ്ടന്റ് എടുക്കലല്ല, നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് എക്സാമിൽ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ വരരുത്, അത് പെട്ടെന്ന് കിട്ടണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ഓക്സിൻ. ഓക്സിൻ, OXIME എഴുതി വെക്കുക. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത്, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ. Aldehyde or ketone react with the hydroxylamine. Aldehyde or ketone react with the hydroxylamine. Hydroxylamine to form oxin. Hydroxylamine to form oxin. OXIME ആണ് ഓക്സിൻ. ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് ഓക്സിൻ, ഇതിന്റെ പേരെന്താ, ഹൈഡ്രോക്സിലമീൻ. ഇതിന്റെ പേരെന്താ, ഓക്സിൻ കേട്ടോ. ഓക്സിൻ, ഇതാണ് ഓക്സിൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നില്ല, അവര് ഡബിൾ ബോണ്ട് NOH അത് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ഇക്വേഷൻസ് ആയിട്ട് എഴുതുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഇപ്പൊ ക്വസ്റ്റ്യൻസും ചെയ്യും. ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് എന്ന് പറഞ്ഞേ ഇതാരാ, ഹൈഡ്രോക്സിലമീൻ ടു ഫോം എന്ത് കിട്ടും, ഓക്സിൻ. ടു ഫോം ഓക്സിൻ. The next fourth one. കേട്ടോ, ഇതിന്റെ പേരൊക്കെ എഴുതുന്നുണ്ടോ, ഇത് ആൽഡിഹൈഡ്, ഇതെന്താ ഹൈഡ്രോക്സിലമീൻ, ഇതെന്തായിരുന്നു ഓക്സിൻ. ഫോർത്ത് ഹെഡിങ് എഴുതി വെക്കുക. ഫോർത്ത് ഹെഡിങ് എന്താ, ഹൈഡ്രസോൺ കേട്ടോ. ഫോർത്ത് ഹെഡിങ് ഹൈഡ്രസോൺ. ഫോർത്ത് ഹെഡിങ് ഹൈഡ്രസോൺ. അവിടെ എഴുതി വെക്കുക. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ react with the hydrazine. React with the hydrazine. Is that INE? Hydrazine to form hydrazone. To form hydrazone. Aldehyde or ketone react with the hydrazine to form hydrazone. Okay. ഇനി എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ തനിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി, എന്തായിരിക്കും കിട്ടുന്നത്? ഇത്രയും സമയം ചെയ്ത ലോജിക്ക് വെച്ചൊന്നും ചെയ്തേ, തനിയെ ചെയ്തേ, എന്താ ചെയ്യാം? ഇതുണ്ടോ ഓക്സിജൻ, എവിടെയാണോ ആൽഡിഹൈഡ് ഓർ കീറ്റോണിന്റെ ഓക്സിജൻ എടുക്കണ്ടേ, അത് നൈട്രജൻ അടുത്തുള്ള ഹൈഡ്രജൻ. അപ്പൊ ഇത് രണ്ട് ഈക്വലാണ്, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഇവിടെ നിന്ന് തന്നെ എടുക്കാം, H2O. ബാക്കിയുള്ളത് എന്ത് വരും, CH3 CH CH3 CH double bond N NH2 plus H2 plus H2 plus H2. Then fifth question. ഇതിന്റെ പേരൊക്കെ എഴുതണം കേട്ടോ. ഇതിന്റെ പേരെന്താ, NH2 NH2 ഹൈഡ്രസീൻ.
ഇതിന്റെ പേരെന്താ? ഹൈഡ്രസോൺ കേട്ടോ. ഇനി എല്ലാം ഇങ്ങനെയാ, സീൻ സോൺ കേട്ടോ. ഓർത്തോക, ഹൈഡ്രസീൻ ഹൈഡ്രസോൺ. Then fifth heading എന്തായിരിക്കും ഹെഡിങ്? ഫിനൈൽ അല്ലേ, ഒരു ബെൻസീൻ ഉണ്ട്, അതുകൊണ്ട് ഫിനൈൽ ഹൈഡ്രസോൺ. ഫിഫ്ത് ഹെഡിങ് ഫിനൈൽ ഹൈഡ്രസോൺ. സ്റ്റേറ്റ്മെന്റ് എഴുതുക കേട്ടോ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എങ്ങനെയായിരിക്കും? റിയാക്ട് വിത്ത് ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം ഫിനൈൽ ഹൈഡ്രസോൺ. ടു ഫോം ഫിനൈൽ hydrazone. Aldehyde or ketone react with the aldehyde or ketone react with the ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം ഫിനൈൽ ഹൈഡ്രസോൺ. എന്നിട്ട് ഇക്വേഷൻ എഴുതാം. ഇവിടെ നോക്കാം, നേരത്തെ അതേ ഫോർമാറ്റ് തന്നെയാണ്. H2O പോകുന്നു, എവിടെയാണ് ജോയിൻ ചെയ്യുന്നത് കാണാതെ കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക, നോക്കുക, കാണാതെ പഠിക്കല്ലേ കേട്ടോ. ഓർത്ത് നോക്കുക, ഇവിടെ ഈ ആൽഡിഹൈഡ് ഒക്കെ വേറെ ഒക്കെ മാറും. മെത്തേഡ് ക്ലിയർ ആവണം കേട്ടോ. ഇതിന്റെ പേര് ഫിനൈൽ ഹൈഡ്രസീൻ, ഇതിന്റെ പേര് ഫിനൈൽ ഹൈഡ്രസോൺ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, എന്തായിരിക്കും? DNP കേട്ടോ. DNP സിക്സ്ത് ഹെഡിങ് ആണ് DNP. ഫുൾ ഫോം എഴുതുക കേട്ടോ. ഫുൾ ഫോം എഴുതി വെക്കണം. ഡൈനൈട്രോ 2,4 ഡൈനൈട്രോ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. അതാണ് സിക്സ്ത് ഹെഡിങ്. അത് നേരത്തെ എഴുതിയിരിക്കുന്ന പോലെ എഴുതണം. എന്തായിരിക്കും? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് ഫിനൈൽ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം ഫിനൈൽ ഹൈഡ്രസോൺ. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് എങ്ങനെയായിരിക്കും? 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം എന്തായിരിക്കും? ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം ദൂരം 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. ഇതിന്റെ പേര് 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. ഇത് ഏതാ? 2,4 ഉണ്ടോ? ഓർത്തോക്കാം. ഡൈനൈട്രോ പിന്നെ എന്തായിരിക്കും? ആകെ വ്യത്യാസം അത് സോൺ, ഇത് സി കേട്ടോ. ലാസ്റ്റ് എന്ത് വേണം? സോൺ. 2, എന്ന് പറയാൻ കാരണം എന്താ? അതെ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് ഉണ്ടോ? ഇത് 2ലും 4ലും NO2 വന്നു. അപ്പൊ 2,4 ഡൈനൈട്രോ മനസ്സിലാക്കി പറ കേട്ടോ. പിന്നെന്ത് വരും? ഡൈനൈട്രോ കഴിഞ്ഞാൽ പിന്നെന്ത് വരും? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിനൈൽ ഹൈഡ്രസീൻ കേട്ടോ. ഫിനൈൽ ഹൈഡ്രസീൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ തൊട്ട് കണ്ടിന്യൂഷൻ വരുന്നില്ലേ? 1, 2, 3 വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് എഴുതി വെച്ചത്. ചോദിച്ചോളൂ. റിയാക്ട് വിത്ത് എന്തായിരിക്കും? 2,4 ഡൈനൈട്രോ പിന്നെ നേരത്തെ പറഞ്ഞു ആലോചിക്കുക. നേരത്തെ എന്താ പറഞ്ഞേ? ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം ഫിനൈൽ ഹൈഡ്രസീൻ ടു ഫോം 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ടോ? മെത്തേഡ് ഒരേപോലെയാണ്, ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ, ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ടേബിൾ 12.2
കുറച്ച് ഈ ഇക്വേഷനോ എക്സാമ്പിൾ ഒന്നുമില്ല, വെറുതെ ഡബിൾ ബോണ്ട് NaOH അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 7th ഹെഡിങ്ങിലേക്ക് പോവാം. സെമി കാർബസോൺ. 7th ഹെഡിങ് സെമി കാർബസോൺ. സെമി കാർബസോൺ. സെമി കാർബസോൺ എഴുതി വെക്കാം. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് സെമി കാർബസൈഡ്, react with semi carbazide to form semi carbazone. Aldehyde or ketone react with the aldehyde or ketone react with the semi carbazide to form semi carbazone. ZONE കേട്ടോ. ഇതും നേരത്തെ അതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്, വ്യത്യാസമില്ല. ഇത് ഒരുമിച്ച് എഴുതി ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് കൊണ്ടുവരാം കേട്ടോ. നോക്കാം. +H2O ഇവിടെ എന്തെഴുതണം? ആൽഡിഹൈഡ്, കീറ്റോൺ ഓർ കീറ്റോൺ. ഇവിടെ എന്തായിരിക്കും? സെമി കാർബസൈഡ്. ഇതെന്തായിരിക്കും? സെമി കാർബസോൺ. ZONE. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഒരു കീ റീസൺ ആണ്. ഈ H മാത്രമാണ് ഇതുപോലെ വാട്ടർ ആയിട്ട് റിമൂവ് ചെയ്ത് ഇവര് തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്. മിക്കപ്പോഴും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് തിരിച്ചിടും പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഈ H-നെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. വൈ? അത് ചോദിക്കും. എന്താണ് ദിസ് അല്ലേ? അപ്പൊ അവർ ചോദിക്കുക സെമി കാർബസൈഡ് കണ്ടെയ്നിങ് 2 NH2 ഗ്രൂപ്പ്. ശരിയല്ലേ? One of the NH2 group participate in the reaction. Text book exercise give reason question ആണ്. അപ്പോൾ നമ്മൾ പറയും എന്തായിരിക്കും? One of the NH2 group directly attached to എന്ത് hybridization ആണ്? sp2 hybridized carbon atom. So എന്തായിരിക്കും ഇവിടെ? Bond strength higher ആയിരിക്കും അല്ലേ? അപ്പോൾ cleavage breakdown അവിടെ വരില്ല. ഒപ്പം അവിടെ ഒരു എന്ത് വരും? Resonance വരും. എന്താ വരുന്നേ? Resonance. ഈ ഓക്സിജനും ഇതും H തമ്മിൽ മാറും കേട്ടോ. നോക്കാം. അപ്പോൾ അവിടെ ഒരു റെസൊണന്റ് സ്ട്രക്ചറും വരും. അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് 2 റീസൺസ് കൊണ്ട് നമുക്ക് അവിടെ എന്ത് വരില്ല അല്ലേ? ബ്രേക്ക് ചെയ്യില്ല. അതൊരു കീ റീസൺ ക്വസ്റ്റൻ ആയിട്ട് ടെക്സ്റ്റിലെ ബാക്കിലുള്ളതാണ് കേട്ടോ. നോക്കുക. അപ്പോൾ ഏത് NH2 മാത്രമാണ്? NH2 ഈ സൈഡില ഇത് എന്ത് ചെയ്യില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പുറത്ത് വെക്കണം. എന്തെങ്കിലും ഷോർട്ട് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ ദിസ് ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് അല്ലേ? ദീസ് NH2 ഗ്രൂപ്പ് ഓൺലി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഈ ടോപ്പിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ അല്ല ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേക്കാം. പെട്ടെന്നൊന്ന് എടുത്തു നോക്കാം. 12.5 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ ഇത് നോക്കുക. 12.5 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാതെ വരുന്നതാണ് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേര് വ്യത്യാസമുണ്ടോ? പഴയത്തെ 12.5 ഇൻ ടെക്സ്റ്റ് 12.5 അവിടെ തന്നേക്കുന്ന 2 ക്വസ്റ്റ്യൻസുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. രണ്ടെണ്ണം നമുക്കതിൽ ചെയ്യാം. അപ്പൊ ഈ പഠിച്ചേക്കുന്നത് അവര് കംപ്ലീറ്റ് ഫോളോയിങ് ഒക്കെ ആയിട്ട് കൂടുതൽ ചോദിക്കുന്ന രീതിയാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു പെന്റഗൺ ഷേപ്പ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ നോക്കാം. ഇതിന് മുകളിൽ H+ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും റിയേജന്റ് ഒക്കെ മുന്നിൽ വരും കേട്ടോ. നോക്കാം.
ടെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. ഓർക്കുക, ഇത് എഴുതി പോകണം, എൻ്റെ ഒപ്പം എഴുതി പോകണം, ശ്രദ്ധിക്കാം. എന്നിട്ട് ആൻസർ എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാര് അത് ആൻസർ എഴുതാൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഈ 3 ക്വസ്റ്റ്യൻസ് കേട്ടോ. ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, പക്ഷെ അത് തുറന്ന് കിടക്കും. നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക, എന്താണ് ലോജിക് ഒക്കെ വെച്ച് പഠിച്ചിട്ട് ക്ലിയർ ചെയ്ത് പറയാം കേട്ടോ. നോക്കാം, ഈ കോമ്പൗണ്ട് പേരെന്തായിരിക്കും? ഇവിടുന്ന് കിട്ടുന്ന കോമ്പൗണ്ട് പേരെന്തായിരിക്കും? എന്തായിരിക്കും? 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 ഷിഫ്റ്റ് ബേസ് ആണ്. അല്ല, then ആർദ്ര പറഞ്ഞു. ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? ഇത് സോണി പറഞ്ഞു. പക്ഷെ ആ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും അവിടെ നിന്ന് കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റ്? എന്തായിരിക്കും? ഇതിലൊരു ഓ ഉണ്ട്, ഓ വെച്ച് ഒരൊറ്റ കോമ്പൗണ്ട് ഓക്സിൻ കേട്ടോ. നോക്കാം, ഇതിൽ ഓ ഉണ്ട്, ഓക്സിൻ. ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ NH2 വെച്ചാ പഠിപ്പിച്ചത്, പക്ഷെ അവർ തല തിരിച്ചു വെച്ചു കേട്ടോ. ഈ ബെൻസീൻ ഇങ്ങനെയാവുന്നു, അങ്ങനെ നേരത്തെ താഴേക്ക് വെച്ചു, അങ്ങനെയൊന്നുമില്ല. ഇത് ചിലപ്പോൾ ഒരു മുകളിലേക്ക് ആക്കി മുളയ്ക്കും മുടിക്കും ഒക്കെ ചെയ്യും, മനസ്സിലായി? അപ്പൊ ഓർത്ത് നോക്കാം സാർ, ഇത് ഇനി ഒരു H+ ഇത് ഇവിടെ ഒരു H+ വന്നു, ഇനി വേറെ കോമ്പൗണ്ട്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഇതുപോലെ വന്നാൽ ഉറപ്പായിട്ടും നേരത്തെ പഠിച്ച അതേ സ്റ്റൈല് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കണം. ആദ്യം ഇതിൽ ഞാൻ പറഞ്ഞേക്കുന്നത്, ഈ കോമ്പൗണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം വളരെ പെർഫെക്റ്റ് ആയിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഇതെന്താ, ഇതിന്റെ പേര് എന്താണ്? സൈക്ലോപെന്റനോൺ. അതിൽ ഓക്സിജൻ കണ്ടോ, അണ്ടർലൈൻ ചെയ്തു. ഇനി NH2 ഇതിലെ H2O റിമൂവ് ചെയ്തു, അതാണ് ആദ്യം ചെയ്യേണ്ടത്. H2 റിമൂവ് ചെയ്തു. ബാക്കിയുള്ള പോർഷൻ ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ എങ്ങനെ ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യും കേട്ടോ? അല്ലാതെ കാണാതെ ഇത് വരക്കാം, പടം വരക്കണ പോലെ അങ്ങനെയല്ല. അടുത്ത ക്വസ്റ്റ്യൻ വേറെ തരും. അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ, ഓക്സിജൻ H2O പോയി. പിന്നെ ബാക്കിയുള്ള എന്തുണ്ട്? ഡബിൾ ബോണ്ട് കഴിഞ്ഞ H റിമൂവ് ചെയ്ത റിമൈനിങ് N ഉണ്ടോ, ഓർത്ത് നോക്കാം. ആൻഡ് OH, അപ്പൊ NOH ഉണ്ടോ, ഓർത്ത് നോക്കാം. NOH. Then ഈ കോമ്പൗണ്ട് പേരെന്താ? എൻഡ് പ്രോഡക്റ്റ് ഇത് റിയാക്ട് ചെയ്ത് ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രജൻ. ഇത് ഹൈഡ്രജൻ, മറ്റേത് കിട്ടും ഹൈഡ്രസോൺ ഉണ്ടോ. അപ്പോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇത് എഴുതിയല്ലേ ക്വസ്റ്റ്യൻ, 3 എഴുതാൻ പറഞ്ഞാൽ മതി. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. എന്തായിരിക്കും ഇത് അല്ലേ? ഇവിടെ NH2 ആണ്, NH2. അതിൽ നിന്ന് H2O റിമൂവ് ചെയ്യും. H2O റിമൂവ് ചെയ്താൽ എന്ത് പറ്റും? ഇവർ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. H2O റിമൂവ് ചെയ്യും അല്ലേ? H2O റിമൂവ് ചെയ്യും. അപ്പൊ എങ്ങനെ ഇരിക്കും ആ കോമ്പൗണ്ട്? ആ കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കും കേട്ടോ? നിങ്ങൾ എന്തായാലും ഇത് വരച്ചതല്ലേ? അപ്പൊ ആ കോമ്പൗണ്ട് എങ്ങനെ ഇരിക്കും? H2O റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആൻസർ ആണ് കേട്ടോ. നോക്കാം, ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് H2O പോയി, പിന്നെ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് N അല്ലേ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ ബോണ്ട് N ഉണ്ടോ? NH ഇങ്ങനെ പറയണം സർ, മറ്റേ 2,4-DNP ഓഫ് സൈക്ലോഹെക്സനോൺ. സൈക്ലോഹെക്സനോൺ അതായിരിക്കും ശരിക്കുള്ള കോമ്പൗണ്ട് പേര് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, കാറ്റഗറൈസേഷൻ ആണ് ആക്ച്വലി വരുന്നത്.
മനസ്സിലായി? കാറ്റഗറി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെന്റനോൾ. അതിന് പകരം നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നു. അപ്പൊ എന്താ കോമൺ ഹെഡിങ് അതുപോലെയാണ് ഇമീൻ. അപ്പൊ ഇമീൻ എവിടെ നിന്ന് വന്നു അത് ചേർത്ത് പറയേണ്ടി വരും. മനസ്സിലായി? അപ്പൊ പറഞ്ഞ റൈറ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. എന്താണ് സൈക്ലോ പെന്റനോൾ അല്ലെ? ഓർത്ത് നോക്കുക. അതിന് പേര് എന്ത് പറയാം? അതുണ്ടോ ഇതെന്താ ഇമീൻ, അതങ്ങ് ചേർത്ത് പറയാം. അപ്പൊ സൈക്ലോ പെന്റനോൾ ഇമീൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഇമീൻ അങ്ങനെ പറയും കേട്ടോ. ഓർത്ത് നോക്കുക. അത് കോമൺ ഏരിയ സെക്ഷൻ ആണ്. അപ്പൊ ആ രീതിയിൽ ഒന്ന് പറഞ്ഞു പോയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തത് എന്തായിരിക്കും? H2 അപ്പുറത്താണ് കേട്ടോ. ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക, അണ്ടർലൈൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് വേറെ കളർ പെൻസിലോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് കഴിയുമ്പോൾ ഒന്ന് ചെയ്യണം. കുറെ കളറൊക്കെ വെച്ച് ഒന്ന് ചെയ്യാൻ നോക്കുക. കുറച്ച് കഴിയുമ്പേ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഇവിടെ അല്ല കാരണം നമ്മള് ഏറ്റവും പെട്ടെന്ന് ആക്സസബിൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി കൺവീനിയന്റ് ആവും. ഓക്കെ, അപ്പൊ H2 റിമൂവ് ചെയ്താൽ പിന്നെ എന്ത് വരും? ഇവിടെ R CH ഡബിൾ ബോണ്ട് CH CH പിന്നെ എന്ത് വരും? ഡബിൾ ബോണ്ട് ഉണ്ടോ? ഡബിൾ ബോണ്ട്. ഇനി ഈ N ആണ് കേട്ടോ. ഈ സൈഡിലുള്ള എന്നാ വരുന്നത്? N. അത് കഴിഞ്ഞാൽ എന്താ? NH. അത് കഴിഞ്ഞാൽ എന്താ? C ഡബിൾ ബോണ്ടോ NH. എന്തുകൊണ്ടാ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാവുന്നത്? NH2 attached to a sp2 hybridized carbon atom അല്ലേ? അവിടെ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും കേട്ടോ. നോക്കാം. ഇനി ഇത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ആ പേര് എഴുതിപ്പിച്ചില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം എന്താ എഴുതിയ? ഇമീൻ. ആ ഇമീന്റെ നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് NH3 എന്ന് എഴുതി വെക്കുക. അപ്പൊ ഇമീൻ എന്ന് പറഞ്ഞാൽ എന്താ? NH3 ഓർക്കാൻ പഠിക്കണം. ഇനി അമോണിയ ആഡ് ചെയ്ത ഇമീൻ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഇമീന്റെ അവിടെ NH3 ആദ്യം ഓർഡറിൽ എഴുതി വെക്കുന്ന അതിന് വേണ്ടിയിട്ടാ. ഇമീന്റെ അവിടെ NH3 എന്ന് എഴുതി വെക്കുക കേട്ടോ. ഇമീന്റെ അവിടെ NH3. ഓക്കെ, ആ ഇമീന്റെ അവിടെ NH3 എന്ന് എഴുതി വെക്കുക. പെട്ടെന്ന് കിട്ടണം കേട്ടോ. ഇമീൻ അതിന്റെ നേരെ NH3. ആദ്യം എഴുതിയില്ല, ആ പേരില്ല. അതല്ല, നമ്മൾ ആ പേര് എഴുതിയില്ലേ? ഓർഡറിൽ എഴുതിയില്ലേ പേര്? അവിടെ ഇമീന്റെ അവിടെ NH3 എന്ന് എഴുതി വെക്കുക. എന്ന് പറഞ്ഞാൽ ഇമീൻ ഓർക്കുമ്പോൾ നമുക്ക് എന്താണ്? NH3 ഓർമ്മ വരും. Then next ഇമീൻ കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു എഴുതിയത്? ഷിഫ്റ്റ് സ്പേസിന്റെ അവിടെ എഴുതി വെക്കുക RNH2. Then ഓക്സിമിന്റെ അവിടെ NH2OH. NH2OH ഹൈഡ്രോക്സിൽ അമീൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ആ ഓക്സിം കേൾക്കുമ്പോൾ തന്നെ NH2OH ഓർമ്മയിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ്. Then ഹൈഡ്രസീൻ NH2NH2. ഹൈഡ്രസോണിന്റെ അവിടെ NH2NH2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രസോൺ എന്ന് കേൾക്കുമ്പോൾ ഹൈഡ്രസീനെ ഓർത്ത് പോകണം. NH2NH2 എങ്കിൽ മാത്രമാണ് റിയാക്ഷന്റെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓർത്തുകൊള്ളൂ കേട്ടോ. ഈ 4 നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന എറർ പെട്ടെന്നൊക്കെ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കും. അമീനൊക്കെ പഠിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും അവർ ചോദിക്കുന്നത് എന്താണ്? ഒരു പെന്റനമീൻ റിയാക്ട് വിത്ത് എത്തനാൽ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത് അമീൻ പ്ലസ് അതാണ് ഓർമ്മ വരാറുള്ള പല ആൾക്കാർക്കും. മനസ്സിലായി? കാരണം അവിടെ നമ്മൾ ഒരു ഹെഡിങ്സ് ആക്കിയിട്ടൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഞാനിങ്ങനെ ഹെഡിങ് ആക്കി തന്നുകൊണ്ടാണ്. ഇത് ഒരു ടേബിൾ ആണ്. ആ ടേബിളിൽ നിന്ന് അത്രയും ഭംഗിയായിട്ടുള്ള ഹെഡിങ്സുകൾ വരുന്നുണ്ട് കേട്ടോ. നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാം. ഈ ടേബിൾ പെട്ടെന്ന് എടുത്ത് പോകും സ്കൂളിൽ കേട്ടോ. പക്ഷെ ഇതൊന്നും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് എത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അടുത്ത ഹെഡിങ് എഴുതി നോക്കുക. റിഡക്ഷൻ. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ആണ് റിഡക്ഷൻ. അത് മതി, അത്ര മതി. ബാക്കിയുള്ളത് എന്താണ്? ആക്ച്വലി ആ കോമ്പൗണ്ട് വെച്ച് ഓർത്തോളൂ. ബ്രെയിൻ പിന്നെ തിങ്ക് ചെയ്തോളൂ കേട്ടോ. ഓർത്തോളൂ. നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ. NH2OH ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഷഫിൾ ചെയ്ത് നിൽക്കാറുണ്ട് പല ആൾക്കാർ. ഓക്സിമിലേക്ക് വരാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ CH3NH2 പ്ലസ് CH3CHO അങ്ങനെ വരുമ്പോൾ എന്ത് കോമ്പൗണ്ട് എന്നുള്ള ഓർക്കാറില്ല. ഷിഫ്റ്റ് ബേസ് എന്നുള്ളത് പെട്ടെന്ന് മൈൻഡിലേക്ക് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കാം. റിഡക്ഷനില് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ എഴുതിയേക്കുന്നതാണ്. ഒന്ന് എഴുതി വെച്ചാൽ മതി. ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. റിഡക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ are reduced to primary and secondary alcohol, respectively
respectively by the presence of reducing agent. By the presence of reducing agent. By the presence of reducing agent. ഏതൊക്കെയാ reducing agent? NaBH4. പിന്നെ എന്തായിരിക്കും? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. കേട്ടോ, ബ്രാക്കറ്റിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. By the presence of reducing agent. NaBH4, എന്തായിരുന്നു? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. കേട്ടോ, ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക. ഇത് എവിടെയാ പഠിച്ചത്? ആൽക്കഹോളിന്റെ സെക്കൻഡ് പ്രിപ്പറേഷൻ ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കേട്ടോ, വീണ്ടും അവിടെ വരികയാണ് കേട്ടോ. അപ്പൊ ഒന്ന് റെഫർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് രണ്ട് പേരുള്ള റിയാക്ഷൻ ആണ് ഇനി നമുക്ക് എഴുതാനുള്ളത്. നെക്സ്റ്റ് ഹെഡിങ് എഴുതും. CrO3 നേരെ തിരിച്ച് ഓക്സിഡൈസിങ് ഏജന്റ് ചോദിച്ചു കേട്ടോ. CrO3 PCC ഒക്കെ എന്താ? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. KMnO4 അവരൊക്കെ കേട്ടോ. കാറ്റഗറി ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. റെഡ്യൂസിങ് ഏജന്റ് ഏതൊക്കെയുണ്ട്? വേറെ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം അല്ലേ? പിന്നെന്തായിരുന്നു ആക്ച്വലി വരുന്നത്? NaBH4, പിന്നെ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് കേട്ടോ. ഓർത്ത് അങ്ങനെ ഓർത്ത് കാറ്റഗറൈസേഷൻ കൂടാം. ഏതാ? ഡൈബാലൻസ് പറയാം. ഡൈബാലൻസ് അങ്ങനെ കോമൺ ആയിട്ട് വരില്ല, ആൽഡിഹൈഡിന് മാത്രമേ ഉള്ളൂ. എന്നാലും ഓർത്ത് വെക്കണം കേട്ടോ. നമ്മളങ്ങനെ കാറ്റഗറി ഉണ്ടാക്കണം, നല്ല കാര്യമാണ് കേട്ടോ. ഓർത്ത് വെക്കുക ഡൈബാലൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. അടുത്തത് ഈ റിഡക്ഷൻ അണ്ടറിൽ രണ്ട് നെയിമിംഗ് റിയാക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് എഴുതി വെക്കുക ക്ലെമൻസൺ റിഡക്ഷൻ റിയാക്ഷൻ. CLE റിഡക്ഷൻ അണ്ടറിൽ പേരുള്ള റിയാക്ഷൻ ആണ്. CLE MMEN Clemmensen. Clemmensen reduction reaction. Clemmensen reduction reaction. CLEMMENSEN Clemmensen reduction reaction. അവിടെ എഴുതി നോക്കാം. Aldehyde or ketone. Aldehyde or ketone. Aldehyde or ketone undergo reduction reaction to form corresponding alkane. പറയാട്ടോ. Aldehyde or ketone undergo reduction reaction to form corresponding alkane. ANE കേട്ടോ. corresponding alkane in the presence of alkane in the presence of zinc amalgam and hydrochloric acid. Zinc amalgam and hydrochloric acid. ഇവിടെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിക്വിഡ് ഇക്വേഷനിൽ തന്നെയാണ് കൺവേർഷനിൽ പെട്ടെന്ന് ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റാവുന്നത് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതായിരുന്നു? നേരത്തെ പറഞ്ഞ NaBH4. അതൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ? അവിടെ നിന്ന് ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. CH ഡബിൾ ബോണ്ട് O ആണ്. ഓക്സിജൻ ഒരു വെച്ച് കൊടുക്കും, കാർബൺ ഒരു വെച്ച് കൊടുക്കും. അങ്ങനെ CH2 വെച്ചാൽ മനസ്സിലായി, ഒരു ഹൈഡ്രജൻ ആണ്. ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞു? ഓക്സിജൻ ഒന്ന് പിടിച്ചു മാറ്റി. ഇവിടെ ഓക്സിജൻ എത്ര? വാലൻസി എത്രയാ? 2. വാലൻസി എന്തുകൊണ്ട് ശുഭാൻ കാരണം ആറ്റമിക് നമ്പർ 6 ആണ്. 2, അല്ലേ? 2,6. ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺ. 8 ആണ് ആറ്റമിക് നമ്പർ. അപ്പോൾ 8 ആറ്റമിക് നമ്പർ വരുമ്പോൾ 2,6 ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺ ആണ്. 2 മോർ ഇലക്ട്രോൺ കൂടി അല്ലേ ഷെയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. എന്തുകൊണ്ടാ? 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സിജനെ മാറ്റിയിട്ട് എത്ര ഹൈഡ്രജൻ? H0 വരണമല്ല, കുറേ ഉണ്ടാവും, എക്സസ് ആണ്. അപ്പോൾ ഈ 2 H ആഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഓക്സിജൻ മാറും. 2 H കൂടി കൊടുത്താൽ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3. കറസ്പോണ്ടിങ് ആൽക്കൈൻ ആയിട്ട് അവിടെ വരും. CH3 സിംഗിൾ ബോണ്ട് CH3. Then അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന വാട്ടർ ആണ് H2. ഓർക്കുക, ഹൈഡ്രജൻ ഓക്സിജനും പോകും, അപ്പോൾ H2O റിമൂവ് ചെയ്യും. ഇതുപോലെ ഇവിടെ CH3 CH2 CH3.
plus H2. ഓർക്കുക, what is the reason? എന്താ റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആൻഡ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അല്ലേ, ഹൈഡ്രജൻ ആഡ് ചെയ്താലും റിഡക്ഷൻ ആണ്. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് റിഡക്ഷൻ ആണ് എന്ന് ഓർത്തുക. അല്ലേ, ഓർത്തുക, സ്ട്രോങ് റിഡക്ഷൻ ആണ്. അപ്പോൾ ഓക്സിജൻ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഈ റിയേജന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇയാളുടെ പേരാണ് സിങ്ക് അമാൽഗം. കേട്ടോ, ഓർത്തുക. അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താ? മെർക്കുറിയുടെ അലോയിനെ വിളിക്കുന്ന പേരാണ് അമാൽഗം. അപ്പൊ സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താ? സിങ്കും മെർക്കുറിയും ജോയിൻ ചെയ്ത അമാൽഗം. അപ്പൊ അലൂമിനിയം അമാൽഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അലൂമിനിയം ആൻഡ് മെർക്കുറി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന ടേമാണ്, ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇതാണ് സിങ്ക് അമാൽഗം. അല്ല, ഏറ്റവും സ്ട്രോങ് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് തന്നെയാണ് ആക്ച്വലി വരുന്നത്. പക്ഷേ ഇവിടെ ഇതൊരു സ്പെസിഫിക് ആണ് എന്ന് പറഞ്ഞാൽ ആ ഓക്സിജനെ റിമൂവ് ചെയ്ത് ആ ഒരൊറ്റ കോമ്പൗണ്ടിലേക്ക് വരും. ഡബിൾ ബോണ്ട് ശരിക്കും പൊട്ടിക്കും, അത് ടൈം കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുന്നത്? NaBH4 കൊടുക്കുന്നത് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് തന്നെയാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്ത് വരും? കോമ്പൗണ്ടുകൾ വരും. കുറച്ച് ആൽക്കഹോൾ കിട്ടും, കുറച്ച് ഇത് കിട്ടും, കുറച്ച് ഇത് കിട്ടും. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് വരും ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്. പക്ഷെ ഇതാവുന്ന സമയത്ത് എന്ത് വരും? ഈ കറക്റ്റ് പോയിന്റ് തന്നെ കിട്ടും. മനസ്സിലായി? ലെവലാണ് ആക്ച്വലി. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഓരോ റിയാക്ഷനും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് വെച്ച് അത്രയും ബെറ്റർ റിസൾട്ട് കിട്ടും. അത്രയും ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. എടുത്തു കേട്ടോ. ക്ലിയർ ആണ്? എക്സാമിന് HCl പോലെ H2 എഴുതി. H2 ആണ് മാർക്ക്. HCl തന്നെ H2 വന്നാൽ ഇതിന് H കിട്ടുമോ? പിന്നെ ചിലപ്പോൾ കണ്ടിലേക്ക് കിട്ടാം. H+ ആണോ കൊടുത്തെങ്കിൽ മാർക്ക് കിട്ടും. H2 കളയില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ HCl ഒരു H2 കൂടെ പുറത്തേക്ക്. HCl ന്ന് കുറെ HCl ഉണ്ടല്ലോ, കുറെ H+ ഉണ്ടാവും. ആ H+ ന്ന് 2 H. മനസ്സിലായി? ഓക്സിജൻ പറയും ഞാൻ പോണെങ്കിൽ എനിക്ക് ഹൈഡ്രജൻ വേണമെന്ന് പറയാം. ഓക്ക് 2 ഹൈഡ്രജൻ കൊടുത്തു H2. ഇവിടെ 2 വേക്കൻസി വന്നില്ല, അതിന് 2. അപ്പൊ എത്ര H ഉപയോഗിച്ചു? 4 H, 4 H. മനസ്സിലായി? അപ്പൊ HCl ചെന്നിട്ട് ദേണ്ട ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് H2. ഇതെല്ലാം എക്സസ് എന്നാണ് ആക്ച്വലി ഓർഗാനിക് കെമിസ്ട്രി. ഇല്ല, ഇത് എന്താണ് ആക്ച്വലി കാറ്റലിസ്റ്റ് പോലെ റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ അവരെന്ത് ചെയ്യില്ല റിയാക്ഷനിൽ അല്ലേ അവിടെ നിൽക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺ ട്രാൻസ്ഫർ സ്റ്റെപ്പ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. പോകാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊക്കെ 5 ടൈപ്പ് ഓഫ് നമുക്ക് സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററിൽ ഇത് എങ്ങനെയാണ് വേറെ ചോദിച്ച പോലെ ഇത് എങ്ങനെ ഇരിക്കണേ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന്റെ മുകളിൽ ഒരു കുറെ പ്രോസസ്സ് ഉണ്ടാവും. സോബ് ചെയ്യും, അത് കഴിഞ്ഞൊരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ആ ഇന്റർമീഡിയറ്റിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അങ്ങനെ 5 സ്റ്റെപ്പൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ആ സ്റ്റെപ്പായിട്ട് തന്നെയാണ് ആ പ്രോസസ്സുകൾ ക്ലിയർ ചെയ്ത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓരോരോ ലെവലായിട്ടാണ് പറയുമ്പോൾ അത് ഒറ്റയടിക്ക് ഇങ്ങനെ പറയും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയന്റ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. 1 by 1 ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓർത്തുക, അങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ ഓർത്തുക, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുകയാണ് ആക്ച്വലി, അത് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഹൈ ഫ്ലെയിമിൽ എന്ന് പറഞ്ഞ് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു 3-4 തീയൊക്കെ കൊടുത്തിട്ട് അതിൽ കൊടുത്ത് എന്ത് വരും? അത് അരിഞ്ഞു പോകും. പിന്നെ എന്ത് ചെയ്യും? ചിലപ്പോൾ 1 hour ആ ലോ ഫ്ലെയിമിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം. ലോ ഫ്ലെയിമിൽ അതിങ്ങനെ കിടന്ന് അല്ലേ ആ ടെമ്പറേച്ചർ ഞാൻ ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടായില്ല ആ ഓരോ അന്ന് വെച്ചാൽ അത് മനസ്സിലായി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഒറ്റയടിക്കും ഉണ്ടായി കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ കറി കിട്ടും. കറിയിൽ എന്തായാലും കുറച്ച് കരിക്കുന്നത് ഉണ്ടാവും, കുറച്ച് അല്ലേ നമുക്ക് ഉദ്ദേശിച്ച ഭാഗം ഉണ്ടാവും, എല്ലാം കൂടി മിക്സ്ഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഓരോ റിയാക്ഷനും ഓരോ സ്റ്റെപ്പായിട്ടും സ്ലോ ആയിട്ടും വരുന്നത്. പറയുമ്പോൾ ഒറ്റയടിക്കേ പറയുള്ളൂ, പക്ഷെ ആഡ് ചെയ്യുന്ന അതും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. എനിക്ക് മാത്രമേ അത് കിട്ടുള്ളൂ, എല്ലാവരും കിട്ടത്തൊന്നുമില്ല കേട്ടോ. നോക്കാം. നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. ക്ലെമൻസൺ റിഡക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. വൂൾഫ് കിഷ്ണർ കേട്ടോ, ഇഷ്ടമായില്ലേ? WOLF കേട്ടോ. വൂൾഫ് കിഷ്ണർ KISHNER കേട്ടോ. വൂൾഫ് WOLFF വൂൾഫ്
പേരാണ് കേട്ടോ. ഹൈഫൺ കിഷ്ണർ, KISHNER, വൂൾഫ് കിഷ്ണർ, KISHNER, വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ റിയാക്ഷൻ. വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ റിയാക്ഷൻ. ഇതും ഇതേ സ്റ്റൈൽ തന്നെയാണ്, വേറെ വ്യത്യാസമില്ല. പക്ഷെ റിയേജന്റ് മാറ്റി കൊടുക്കും, കേട്ടോ. ഓർത്ത് നോക്കാം, ഒന്ന് എഴുതി വെച്ചു. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, undergo reduction reaction to form corresponding alkane. രണ്ടു ആൽക്കേന, corresponding alkane കേട്ടോ. നേരത്തെ എഴുതിയ അതേ വേർഡ് തന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. corresponding alkane in the presence of reagent hydrazine and KOH, hydrazine and potassium hydroxide, KOH, hydrazine and KOH. അപ്പോൾ എന്താ വ്യത്യാസം? ഇതേ സെയിം തന്നെയാണ്, പക്ഷെ എന്താ ഡിഫറൻസ്? ആ റിയേജന്റ് മാറും കേട്ടോ, ഓർത്ത് നോക്കുക. റിയേജന്റ് മാറും, അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ എക്സാമ്പിൾ എഴുതി നോക്കുക, CH3. എക്സാമ്പിൾ നേരത്തെ എഴുതിയത് അല്ലേ? അപ്പോൾ ഇനി വൂൾഫ് കിഷ്ണറിന്റെ ഇതാണ് CHO. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് നേരത്തെ ഇട്ടതുപോലെ തന്നെ NH2 ന് ഹൈഡ്രസീൻ. അപ്പോൾ എന്ത് കിട്ടും? ഹൈഡ്രസോൺ. ഹൈഡ്രസോൺ എങ്ങനെയാണ് കിട്ടുന്നത്? H2O ഉണ്ടോ? ഓർത്ത് നോക്കുക. CH3 CH KOH രണ്ടാമത്തെ സ്റ്റെപ്പിൽ, രണ്ട് സ്റ്റെപ്പിലാണ് കേട്ടോ. ഡബിൾ ബോണ്ട് NH. ഇതിലേക്കാണ് നമ്മൾ KOH ഓർ എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. ഞാൻ KOH മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഓർ ഇട്ട് ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹീറ്റ് കേട്ടോ, കേട്ടോ. CH3 പ്ലസ് N2 ഉണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പോകുന്നുണ്ട്. പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇവിടുന്ന് H2O പോകും അല്ലേ? H2O കേട്ടോ, ഓർത്ത് നോക്കുക. അത് -H2 ഇവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ വേണ്ട, ഓർത്ത് നോക്കുക. അപ്പോൾ ഈ സെയിം തന്നെയാണ് കേട്ടോ, ഫസ്റ്റും സെക്കൻഡും സെയിം ആണ്. അപ്പോൾ കൺവേർഷൻ ചോദിക്കുകയാണെന്ന് കരുതുക. അതെ, എത്തനാൽ കൺവേർട്ട് ടു ഈതേൻ ഉണ്ടോ? എത്തനാൽ കൺവേർട്ട് ടു ഈതേൻ, അല്ലെങ്കിൽ എന്താണ് അല്ലേ, പ്രൊപ്പനോൺ കൺവേർട്ട് ടു പ്രൊപ്പെയിൻ. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതേ NH2 അതിനൊപ്പം തന്നെ KOH ഹീറ്റും കൊടുത്തിട്ട് അത് എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് എഴുതുന്നതാണ് ബെറ്റർ കേട്ടോ, ഓർത്ത് നോക്കുക. ഇന്റർമീഡിയറ്റ് എഴുതുന്നതാണ് ബെറ്റർ. അതാണ് പറഞ്ഞത്, KOH ഓർ എത്തിലീൻ ഗ്ലൈക്കോൾ. ചോദിച്ചോ. എന്താ N2 കേട്ടോ, CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് N2. N2 എഴുതിയതിനും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓർത്ത് നോക്കേണ്ട എന്താ? ഈതേൻ കേട്ടോ, CH3 സിംഗിൾ ബോണ്ട് CH3. നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ. അപ്പൊ അതിന് മുമ്പത്തെ ഹെഡിങ് എന്തായിരുന്നു? റിഡക്ഷൻ. അത് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഓക്സിഡേഷൻ. ഈ റിയാക്ഷൻ അവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഫസ്റ്റ് എഴുതി വെക്കുക, ആൽഡിഹൈഡ്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ആൽഡിഹൈഡ് ആർ ഈസിലി ഓക്സിഡൈസ് to carboxylic acid. Aldehyde are easily oxidized to carboxylic acid. On treatment with aldehyde are easily oxidized to carboxylic acid.
on treatment with common oxidizing agent. Common oxidizing agent. Common oxidizing agent. നമുക്ക് അല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതിനാണുള്ള KMnO4 അല്ലേ KMnO4 എക്സാമ്പിൾ എഴുതണം കേട്ടോ KMnO4 ഓർ എന്തൊക്കെ കൊടുക്കാം K2Cr2O7 അല്ലേ കുറേ റിയേജന്റ് ഉണ്ട് അപ്പോൾ CH3COOH ആയി മാറും CH3COOH കേട്ടോ CH3COOH ആൽക്കലൈൻ KMnO4 ഓർ അസിഡിഫൈഡ് K2Cr2O7 എഴുതി വെച്ചു കേട്ടോ കുറച്ചുകൂടി സ്പെസിഫിക് ആണത് ആൽക്കലൈൻ KMnO4 ഓർ അസിഡിഫൈഡ് K2Cr2O7 ഇനിയുണ്ട് ജോൺസ് റിയേജന്റ് ഉണ്ട് എന്തായിരുന്നു പറഞ്ഞിരുന്നു ജോൺസ് റിയേജന്റ് നിങ്ങളുടെ അടുത്തല്ല മറ്റേ അടുത്താണ് അല്ലേ CrO2H2SO4 കേട്ടോ ഓർക്കുക അത് കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആദ്യത്തെ ഹെഡിങ് ഈ റിയാക്ഷൻ വീണ്ടും എഴുതിപ്പിക്കും മനസ്സിലായി കാരണം ഇതെന്താ ഇത് കാർബോക്സിലിക് ആസിഡ് കിട്ടി ഇനി അത് എല്ലായിടത്തും കണക്റ്റഡ് ആണ് കാർബോക്സിലിക് ആസിഡ് പ്രിപ്പറേഷൻ ഈ ഇക്വേഷൻ വീണ്ടും എഴുതിപ്പിക്കും മനസ്സിലായി ഓർത്ത് നോക്കാം അപ്പോൾ അങ്ങനെ കണക്ഷൻ ആയിട്ട് എല്ലായിടത്തും വീണ്ടും വരും അല്ലേ ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഓർത്ത് നോക്കാം കേട്ടോ ഇനി കീറ്റോൺ ആണെങ്കിൽ എന്ത് വരും അതുകൂടി ഒന്ന് ഓർത്ത് നോക്കാം CH3COCH3 കണ്ടോ ഓർത്ത് നോക്കാം ഇത് കീറ്റോൺ ആണ് കീറ്റോണിലേക്ക് സ്ട്രോങ് ആയിട്ട് വരുന്ന അല്ലേ സ്ട്രോങ് ആയിട്ട് വരുന്ന KMnO4 ഓർ K2Cr2O7 യൂസ് ചെയ്താൽ എന്ത് പറ്റും രണ്ട് ആസിഡ് കിട്ടും കേട്ടോ ഓർത്ത് നോക്കാം KMnO4 ഓർ K2Cr2O7 അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട് എന്തായിരിക്കും രണ്ട് പോസിബിലിറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിങ്ങനെ എഴുതാം കുറച്ചും കൂടി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഇവിടെ ചാൻസ് ഉണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ 4 ടൈപ്പ് ഒരെണ്ണം ഇവിടെ വെച്ച് കട്ട് ചെയ്തു ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തെന്ന് CH3CH2COH അല്ലേ ഇത് നോക്കിയേ CH3CH2COOH പ്ലസ് ബാക്കി എത്ര കാർബൺ ഉണ്ടോ CH3 ഉണ്ട് അല്ലേ ഓർത്ത് നോക്കാം CH3 അപ്പോ CH3 വന്നു കഴിഞ്ഞാൽ എന്ത് വരും HCOOH ഒരു കാർബൺ മെത്തനോയിക് ആസിഡ് ആൻഡ് എന്ത് കിട്ടി പ്രൊപ്പനോയിക് ആസിഡ് ശരിയാണോ ഇനി അടുത്തൊരു സ്റ്റൈൽ കട്ടിങ് എങ്ങനെയാ ഇവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്ത് എന്ത് വരും നോക്കിയേ 1 2 ഇവിടെ വെച്ച് അപ്പൊ എന്ത് വരും CH3COOH ഇനി ഇവിടെ നിന്നാണെങ്കിലും എന്ത് വരും CH3COOH അപ്പൊ കാർബണിന്റെ നമ്പർ നോക്കിയിട്ട് COH കൊടുക്കുക മനസ്സിലായി അപ്പൊ എവിടെ വേണമെങ്കിലും അപ്പൊ എത്ര ഇത് 2 എണ്ണം വരാം അല്ലേ ഓർത്ത് നോക്കാം അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാം അപ്പൊ എന്താ ചെയ്യണ്ടേ കീറ്റോൺ വന്നാൽ സ്ട്രോങ് ഓക്സിഡേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം അല്ലേ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് അപ്പൊ അവർ പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും ഇതെന്തായിരുന്നു ആക്ച്വലി ബ്യൂട്ടനോൺ കൺവേർട്ട് ടു അവർക്ക് വേണ്ടത് മെത്തനോൾ ആണ് എങ്കിൽ ഇവിടെ കട്ട് ചെയ്യണം ബ്യൂട്ടനോൺ കൺവേർട്ട് ടു എത്തനോയിക് ആസിഡ് അങ്ങനെയാണെങ്കിൽ ചെയ്യണം ഇനി ബ്യൂട്ടനോൺ കൺവേർട്ട് ടു പ്രൊപ്പനോയിക് ആസിഡ് എല്ലാം കിട്ടും മനസ്സിലായോ ഓർത്തോ ഇതൊരു മിക്സർ ആണ് അതുകൊണ്ട് ഇത് അധികം യൂസ് ചെയ്യാറില്ല കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ കാരണം എന്താ മിക്സിംഗ് ആയിട്ട് വരുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പൗണ്ട് വരില്ല പക്ഷെ കൺവേർഷനിൽ നമുക്ക് വേറെ വഴിയില്ലെങ്കിൽ ഇത് ചെയ്യാം മനസ്സിലായോ വേറെ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാം അത് ചെയ്യാം അല്ലാതെ എഴുതരുത് കേട്ടോ ഓർക്കുക കഴിഞ്ഞ വർഷം ഞാൻ ഇത് എഴുതി കൊടുക്കരുത് കാരണം എന്ന് വെച്ചാൽ ചില കുട്ടികൾ കൺവേർഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ചെയ്യും വേറെ വഴി ഉണ്ടെങ്കിൽ അത് ചെയ്യാവും കേട്ടോ ഓർക്കുക ഒന്ന് എഴുതി വെച്ചേക്കുന്നത് ബോർഡ് എക്സാമിന് വേറെ നല്ലൊരു വഴിയുണ്ട് പക്ഷെ നിങ്ങൾ ഈ വഴി കൂടി വന്നു കഴിഞ്ഞാൽ കളയും മനസ്സിലായോ ക്യാൻസൽ ചെയ്തോളൂ മാർക്ക് തരില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞേ പക്ഷെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും കേട്ടോ അപ്പൊ എന്താ ചെയ്തേ ഇവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 കാർബൺ ഉള്ളതാണ് എത്തനോയിക് ആസിഡ് ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ എത്രയുണ്ട് ഈ സൈഡിൽ 3 വന്നാൽ എന്താ പ്രൊപ്പനോയിക് ആസിഡ് ഈ സൈഡിൽ എന്താ 1 കാർബൺ ഇല്ലേ 1 വന്നാൽ എന്താ വിളിക്കും മെത്തനോയിക് ആസിഡ് കേട്ടോ നോക്കാം ഇത് മിക്സർ ഓഫ് കോമ്പൗണ്ട് ആണ് ഒരാൾക്ക് ചോദിക്കുന്നത് ഇത് ഒരെണ്ണമുള്ളൂ അവിടെ കുറെ ഉണ്ട് അങ്ങനെയാണോ അല്ല ഇത് എന്താണ് ആക്ച്വലി അല്ലേ കുറെ കോമ്പൗണ്ടുകളിൽ നിന്നാണത് വരുന്നത് അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യണം കേട്ടോ
ഇവിടെ വേണമെങ്കിൽ ചോദിച്ചോ കേട്ടോ. കീറ്റോൺ എന്തോ ചോദിച്ചോ. ആ 3 ഉണ്ടാവും, 3 ടൈപ്പ് ഉണ്ടാവും കേട്ടോ. എല്ലാം ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ടാണ് ഇത് അത്ര ഫേവറബിൾ അല്ല കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് ഇവിടെ എഴുതി വെച്ചോ കേട്ടോ. ഇവിടെ എന്ത് എഴുതണം? കീറ്റോൺ, സ്ട്രോങ് ഓക്സിഡേഷൻ, ഡിഫറെന്റ് എന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ എഴുതി വെക്കുക കീറ്റോൺ, സ്ട്രോങ് ഓക്സിഡേഷൻ, ഡിഫറെന്റ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നിന്നാണ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം പ്രാക്ടിക്കല് ഡിസ്റ്റിങ്വിഷ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്താണ് ആക്ച്വലി ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ഉണ്ട്. അതേ സ്റ്റൈലിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 4 ചാപ്റ്ററുകളായിട്ട് കിടക്കുന്ന ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ഉണ്ട്. അതിൽ 4ഉം ഇവിടെ നിന്നാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് അനാലിസിസ് പോലെ ഒരു അൺനോൺ കോമ്പൗണ്ട് കണ്ടെത്തലല്ല. 2 എണ്ണം തരും, മനസ്സിലായി? 2 എണ്ണം തരും. ഇയാൾ കീറ്റോൺ, ഇതാൽഗെ, ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കുക. ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞാൽ അയാളെ ഇതില് ഒരാളെ കണ്ടെത്തിയാൽ മതി, മറ്റേ ആൾ എന്തായിരിക്കും ഉണ്ടോ? അങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ 2 രീതിയിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ആന്റിഹൈഡിന്റെ ടെസ്റ്റ് എഴുതിയിട്ട് അല്ലെ, ആന്റിഹൈഡിനെ ഞാൻ ഡിസ്റ്റിങ്വിഷ് ചെയ്തു, മറ്റേ ആൾ കീറ്റോൺ ആണെന്ന് പറയും. ആ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളൊരു കഴിഞ്ഞ ഇതിൽ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അല്ലെ, ഉണ്ടായി. ആ സ്റ്റൈലിൽ തന്നെ ഒന്ന് എഴുതി വെക്കും. എന്നിട്ടത് ഇങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ ഇനി നമ്മൾ ഓക്സിഡേഷൻ അണ്ടറിൽ തന്നെയാണ് ഒരു ഹെഡിങ് എഴുതുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കും കേട്ടോ. ഹെഡിങ് എഴുതി വെച്ചേ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്. മെയിൻ ഹെഡിങ് ആണ് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്. ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് എഴുതി വെക്കുക ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് ടെസ്റ്റ്. TOLL കേട്ടോ, നോക്കാം. ENS ടോളറൻസ് ടെസ്റ്റ്. അതിന് താഴെ ഡിസ്റ്റിങ്വിഷ് എന്ന് എഴുതിയിട്ട് ഹൈഫൺ എഴുതി വെക്കാം. ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ. ആര് ഏതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ എന്നിട്ട് എഴുതി വെക്കുക ഓൾ ആൽഡിഹൈഡ്. ഏത് ടൈപ്പ് ആൽഡിഹൈഡ് ആണെങ്കിലും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. അപ്പോൾ ടോളറൻസ് ടെസ്റ്റ് താഴെ ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ എഴുതിയിട്ട് ഓൾ ആൽഡിഹൈഡ്. ഓൾ ആൽഡിഹൈഡ് ഏത് ടൈപ്പ് ആൽഡിഹൈഡും പറ്റും. തൊട്ട് താഴെ റിയേജന്റ്. റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. AMMONIACAL അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അതിനെയാണ് ടോളറൻസ് റിയേജന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ, അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. റിയേജന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലെ പ്രസിപ്പിറ്റേറ്റ്. പ്രസിപ്പിറ്റേറ്റ്. സിൽവർ മിറർ 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 പ്രസിപ്പിറ്റേറ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് നമുക്ക് അയോണിക് ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അയോണിക് ഇക്വേഷൻ ആണ് എഴുതുന്നത് കേട്ടോ. ഓർക്കുക, ഏത് ടൈപ്പ് ഓഫ് ആൽഡിഹൈഡിനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് താഴെ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് റിയാക്ഷൻസ് വരുന്നത് നമുക്ക് നോക്കാം. ആൽഡിഹൈഡ് CH3CHO. ഇതിലേക്ക് നമ്മൾ അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ഇടാണ്. എന്തായിരുന്നു അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്? AgNH3 ഓൾ ടോയ്സ്. ഇതിന് ഇങ്ങനെ ഇടും. ഇത് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ഇടണം. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് കേട്ടോ, ഓർക്കുക. അപ്പൊ ചില കുട്ടികൾ ഇതിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാതെ വെറുതെ വീണ്ടും ബ്രാക്കറ്റ് ഇടും. അങ്ങനെയാണ് വെട്ടിക്കളയും എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇത് 9th ചാപ്റ്ററിന്റെ പേരെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 9th ചാപ്റ്ററിന്റെ പേര് കോർഡിനേഷൻ കോമ്പൗണ്ട്. അത് വലിയൊരു ചാപ്റ്റർ തന്നെയായിട്ടുള്ളതാണ് കേട്ടോ, ഓർക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെ. ഇങ്ങനെ ഇടുന്ന സ്ക്വയർ ബ്രാക്കറ്റിന്റെ പേരെന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടല്ലേ, ഇമ്പോർട്ടന്റ് ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായി. ഇതിന്റെ പേരെന്താ? ലിഗൻസ്. ഇതിന്റെ പേരെന്തായിരുന്നു? സെൻട്രൽ മെറ്റൽ ആറ്റം. പിന്നെന്താ? സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗൻ എൻക്ലോസ്ഡ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് നോൺ ആസ് കോർഡിനേഷൻ സ്ഫിയർ. കേട്ടോ, അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പേര് ശരിക്കും കോർഡിനേഷൻ സ്ഫിയർ എന്നൊക്കെയാണ്. അപ്പോൾ പല കുട്ടികളും ടെക്സ്റ്റ് ബുക്കിൽ ഇത് കാണുമ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കില്ല, അതിന് പകരം വെറുതെ ബ്രാക്കറ്റ് കൊടുക്കും, വെട്ടിക്കളയും. കേട്ടോ, ശ്രദ്ധിക്കാം. ഇത് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള ഒരു ചാർജ് ആണ് ഇതിന്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പേരെന്തായിരുന്നു? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. നൈട്രേറ്റ് ഇവിടെ നൈട്രേറ്റ് ഉണ്ടോ ഇവിടെ വന്നിട്ട്? ഇല്ല. ശരിക്കും നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്തുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് ഔട്ടർ മോസ്റ്റ് റീജിയൻ ഉണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് NO2 ഉണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യില്ല, മെൻഷൻ ചെയ്യേണ്ട അയണിക് ഇക്വേഷൻ ആണ്. എന്താണത്? അയണിക് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഗീവ്സ് നേരെ കൊടുത്താൽ മതി കേട്ടോ, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വലുതാക്കി എഴുതുന്ന. ഓക്കെ, ഗീവ്സ് കൊടുക്കും. ഇതൊരു ബേസിക് മീഡിയത്തിൽ ആണ് വേണ്ടത്, അതുകൊണ്ട് OH മൈനസ്, അത് പ്ലസ് OH മൈനസ് എന്നൊക്കെ കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്, 3 OH മൈനസ് എന്നൊക്കെയാണ്. ഞാനത് OH മൈനസ്. ഇനി വരുമ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട മെയിൻ കാര്യം, ഇതിന് ഓക്സിഡേഷൻ ആണ് വരിക. ആന്റിഹൈഡ്രജൻ ഓക്സിഡേഷൻ വന്നാൽ എന്താ കിട്ടുക? CH3COOH, കാർബോക്സിലിക് ആസിഡ്. പക്ഷെ അയണിക് ഇക്വേഷൻ ആയതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ മൈനസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ പ്ലസ് COH എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഓർക്കുക. COH എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അയണിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അയോൺ ആയിട്ടുണ്ട് പ്ലസ്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. CH2CO മൈനസ് ഓർ CH2COH ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്, AG. ഇതാണ് സിൽവർ മിറർ നമുക്ക് കിട്ടുന്നത്. പിന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് മെയിൻ ആയിട്ട്. അവിടെ H2O ഉം NH3 കിട്ടും. H2O NH3. ഇതൊന്നും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്കിൽ ബാലൻസ് ചെയ്ത് കൊടുക്കുന്നത് വേണ്ട, കാരണം ഈ കോമ്പൗണ്ട് ഒക്കെ മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഇതിന്റെ പേരെന്താ? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ NO2 ഗ്രൂപ്പ് എവിടെയായിരുന്നു? ഇതിന് പുറത്തായിരുന്നു ആക്ച്വലി. അത് കൗണ്ടർ അയോണാണ്, അത് പോയിട്ട് അയണിക് ഇക്വേഷൻ മാത്രം ഇത് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. OH മൈനസ് എന്തിനാണ് നടക്കുന്നത്? ബേസിക് മീഡിയം. ഇനി ഇവിടെയാണ് നിങ്ങൾ സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ് എന്ന് എഴുതുന്നത്. സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്, സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്, സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്, സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്. AG കണ്ടോ, AG എന്ന് പറഞ്ഞാൽ സിൽവർ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ താഴെ സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്. സെപ്പറേറ്റ് ഇക്വേഷൻ ഇപ്പൊ AG എന്ന് പറഞ്ഞാൽ ശരിക്കും സിൽവർ അതുകൊണ്ടാണ് നല്ല തെലങ്കാന പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അവിടെ ഉള്ളിൽ കൺഫ്യൂസ് നോക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിൽവറോ അങ്ങനെയൊന്നും ഇല്ല. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ചെറുതായിട്ട് സ്പ്രിംഗ് പോലെ ഒരു ശരിക്കും നോക്കിയാൽ കണ്ടോ. പ്രാക്ടിക്കൽസ് ചെയ്തായിരുന്നു, ചൂടാക്കിയപ്പോൾ കോട്ടിംഗ് പോലെ ഭയങ്കരമായിട്ട് വലിയ ഫുള്ള് സിൽവർ ആയ ഇല്ല, കോട്ടിംഗ് പോലെ. ചിലവര് സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 10th പഠിച്ചിരിക്കുന്ന ഓർമ്മയിൽ മുകളിലോ താഴേക്ക് ഇങ്ങനെ കുറെ ഒരു സിൽവറിന്റെ ഒരു ബാൻഡ് പോലെയൊക്കെ വരും, അങ്ങനെയൊക്കെ ആലോചിച്ചു കേട്ടോ, ഓർക്കുക. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ ഡൈലൂഷൻ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, ചിലപ്പോൾ എക്സസ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുറെ കോമ്പൗണ്ട് ഉണ്ടാവും, ഇത് പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ള സിൽവറിന്റെ ഒരു ചെറിയൊരു ബാൻഡ് പോലെ മിക്സറിന്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? സിൽവർ മിറർ പ്രസിപ്പിറ്റേറ്റ്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ഫെഹിലിങ്സ് ടെസ്റ്റ്. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, പ്രോബ്ലംസ് കഴിഞ്ഞാൽ ഫെഹിലിങ്സ്, FEHLING, ഫെഹിലിങ്സ് ടെസ്റ്റ്. സെക്കൻഡ് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞ എന്തായിരുന്നു? FEHLING, ഫെഹിലിങ്സ് ടെസ്റ്റ്. അതെ കേട്ടോ, ഫസ്റ്റ് എഴുതി വെക്കുക. ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ, ഡിസ്റ്റിങ്വിഷ് ഹൈഫൺ all aldehyde except benzaldehyde, all aldehyde except benzaldehyde, all aldehyde except benzaldehyde, all aldehyde except benzaldehyde. Then all aldehyde except benzaldehyde. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ റിയേജന്റ് ഹൈഫൺ, രണ്ട് റിയേജന്റ് ഉണ്ട്. ഫസ്റ്റ് സൊല്യൂഷൻ എ, റിയേജന്റിൽ ആദ്യത്തേത് എന്താ? സൊല്യൂഷൻ എ ഹൈഫൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഫെയിലിംഗ്സ് റിയേജന്റ് രണ്ടെണ്ണം ഉണ്ട്, സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും. അതിൽ സൊല്യൂഷൻ എ ഹൈഫൺ
copper sulfate solution. Next line la solution B hyphen sodium potassium tartrate. Sodium potassium tartrate. TAR രണ്ട് പ്രാവശ്യം TAR ATE tartrate. ബ്രാക്കറ്റിൽ അതിനൊരു കോമൺ ആയിട്ട് ഒരു വേർഡ് പറയും റോഷൽ സോൾട്ട്. ROCHELLE റോഷൽ സോൾട്ട് കേട്ടോ. അപ്പോൾ എന്താണ് കെമിക്കൽ നെയിം ഓഫ് റോഷൽ സോൾട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കാം. വൺ വേർഡ് ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ അവര് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. സോഡിയത്തിന് പകരം വേറെ എന്തെങ്കിലും അമൗണ്ട് കിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. പുറത്ത് നോക്കാം. സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. ദെൻ പേജിന് കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ് എഴുതിയത്? precipitate hyphen red brown precipitate എക്സാമ്പിൾ ആയിട്ട് CH3CHO. ഇത് ആർന്ന് കൊടുക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ബെൻസീൻ ആവാൻ പാടില്ല. ബെൻസീനിൽ വർക്ക് ചെയ്യില്ല. അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്ന റിയേജന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഒന്ന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, പിന്നെ എന്താണ് സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. ഇത് ഇടുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനൊക്കെ ഈ Cu2+ അയോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് റിയേജന്റ് ഇടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അയണിക് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ അയണിക് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ട് എന്താ എഴുതിയാൽ മതി? Cu2+ ഉണ്ടോ? അല്ലാതെ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റോ അങ്ങനെ ഒന്നും എഴുതണ്ട. Cu2+ ടെക്സ്റ്റുകൾ അയണിക് ഇക്വേഷൻ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് അത് മാത്രം എഴുതിയാൽ മതി. OH- ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം ഗൈഡുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇതിന് വലിയ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. കഷ്ടപ്പെട്ട് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റിന് ആകെ ഒരു മാർക്ക് കൊടുക്കും. നമുക്ക് ടോട്ടൽ ഏത് ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരു മാർക്കിന് 2 ക്വസ്റ്റൻ മാക്സിമം ചോദിക്കുന്നത്. ഒരു മാർക്കിന് 2 ക്വസ്റ്റൻ ആണ് ബോർഡ് എക്സാമിൽ ചോദിക്കുക. നമുക്ക് എത്ര ടോട്ടൽ മാർക്ക് ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ? 34 അല്ലേ? 34 36 അതാണ് പ്രൊപ്പോർഷൻ അവർ പറഞ്ഞേക്കുന്നത്. അത് അങ്ങോട്ട് മാറും കേട്ടോ. ചിലപ്പോൾ ഒരു നേരെ തിരിച്ചാൽ അങ്ങോട്ട് കൂടെ കൂട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ ഏകദേശം ഒരു ആവറേജ് അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ആ ഒരു 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. 6 ടൈപ്പ് കേട്ടോ. നോക്കാം. ഈ 6 ടൈപ്പിൽ ഒരു ടൈപ്പ് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ആണ്. പക്ഷെ ഏറ്റവും കുറവ് മാർക്ക് 2 മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ആകെ 8 എണ്ണം പഠിച്ചാൽ മതി. ഭയങ്കര എളുപ്പമാണ് ശരിക്കും അത് വെച്ചിട്ട്. 8 എണ്ണം പഠിച്ചാൽ നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്ത് അങ്ങനെ സ്കോർ ചെയ്തെടുക്കണം. മനസ്സിലായി? അപ്പോൾ ആ ടൈപ്പില് നമ്മൾ പഠിക്കുന്ന സമയത്ത് വെറുതെ അൺനെസസറി ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അയണിക് ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ. ദെൻ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ കിട്ടുക? നേരത്തെ കിട്ടിയ അതുപോലെ തന്നെ CH3COO- നോക്കാം. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ H ഉണ്ടെന്ന് അർത്ഥം. CH3COH കാർബോക്സിലിക് ആസിഡ് ആണ്. ഇതെല്ലാം ഓക്സിഡേഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്താ? കാർബോക്സിലിക് ആസിഡ് ആണ്. പക്ഷെ അയണിക് ഇക്വേഷൻ ആയതുകൊണ്ട് COO- കൊടുത്തു. ഇനി COH എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ. ഇനി ഓർത്ത് നോക്കുക. പ്ലസ് Cu2O. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്. ഇവിടെയാണ് H2. ഈ Cu2ന്റെ താഴെ റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫുൾ ആയിട്ട് എഴുതുന്നോണ്ട് ആർക്കുന്നല്ല. റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഇതാണ് എന്ത് റിയേജന്റ്? സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും കൂടി വരുമ്പോൾ അതിൽ നിന്ന് അയണിക് ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ. അത്രേ ഉള്ളൂ. ഉണ്ടോ? നോക്കുക. പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? ടോളറൻസ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 8 ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നതെല്ലാം അയോഡോഫോം ടെസ്റ്റ് ആണ്. അത് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഹെഡിങ് അയോഡോഫോം ടെസ്റ്റ്. Next heading iodoform test. IODIFOM. Iodoform. Sir. ചോദിച്ചോ? കേട്ടില്ല.
സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. അതിൽ മാത്രമാണ് കേട്ടോ രണ്ട് സൊല്യൂഷൻ. നെക്സ്റ്റ് അയഡോഫോം ടെസ്റ്റ്. അയഡോഫോം ടെസ്റ്റ് അതിനെ ഹാലോഫോം എന്നും പറയാം കേട്ടോ. ഹാലോഫോം എന്ന് പറയുമ്പോൾ എന്താ, ബ്രോമോഫോം ക്ലോറോഫോം ഒക്കെ വരാം. പക്ഷേ ടെസ്റ്റ് വരുമ്പോൾ അയഡോഫോം മാത്രം വരുള്ളൂ ടെസ്റ്റിനായിട്ട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ഓർത്ത് നോക്കാം. അയഡോഫോം ടെസ്റ്റ് ഫസ്റ്റ് എഴുതി വെക്കുക. ഡിസ്റ്റിങ്ക്വിഷ്, ഡിസ്റ്റിങ്ക്വിഷ്, ഡിസ്റ്റിങ്ക്വിഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുമ്പോൾ CH3CO ഗ്രൂപ്പ്. CO എന്ന് പറഞ്ഞാൽ എന്താ, C ഡബിൾ ബോണ്ടോ കേട്ടോ. CH3CO എന്ന് പറഞ്ഞാൽ എന്താ, C ഡബിൾ ബോണ്ടോ. CH3CO ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ എഴുതാൻ നോക്കുക. CH3CO ഗ്രൂപ്പ്. then CH3CHOH ഗ്രൂപ്പ്. CH2OH എന്നല്ല ഞാൻ എഴുതിയേക്കുന്നത്, ശ്രദ്ധിച്ചാണോ? CH3CHOH എന്നാണ് എഴുതിയേക്കുന്നത്. അതിന്റെ മീനിങ് ഒന്നും കൂടി പറയാം. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടോ വന്നാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടോ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. then സെക്കൻഡ് പൊസിഷനിൽ OH വന്നാൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ആൽഡിഹൈഡ് പറ്റും, കീറ്റോണിന് പറ്റും, കാർബോക്സിലിക് ആസിഡിന് പറ്റും, അസൈൽ ഹാലൈഡ് പറ്റും, ആസിഡ് എല്ലാം. അപ്പൊ പല സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ വരുന്ന ഒരു ടെസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഓരോന്നും സ്പെസിഫിക് ആണ് അല്ലേ, പുറത്തു നോക്കാം. അപ്പൊ ശ്രദ്ധിക്കാം, ഈ ഏതൊക്കെ ഗ്രൂപ്പാണ്? സെക്കൻഡ് കാർബൺ ആറ്റം ഉണ്ടോ, CH3 കഴിഞ്ഞിട്ട് C ഡബിൾ ബോണ്ടോ. അതുപോലെ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് 1 2 ഉണ്ടോ OH, ഒരെണ്ണം CH3 ആയിരിക്കണം OH. ഇങ്ങനെയുള്ള എന്തിനു ആൽഡിഹൈഡ് പറ്റും, എത്തനാലിന് പറ്റും, പ്രൊപ്പനാലിന് പറ്റില്ല. എത്തനാൽ എന്ന് പറയുന്നത് CH3 C ഡബിൾ ബോണ്ടോ H. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ എന്താ, CH3 CH2 C ഡബിൾ ബോണ്ടോ. പറ്റുമോ? ഇല്ല. അപ്പൊ എത്തനാൽ ആൻഡ് പ്രൊപ്പനാൽ ഡിസ്റ്റിങ്ക്വിഷ് വെച്ചാൽ എന്ത് പറ്റും? ടോളറൻസ് പറ്റുമോ? ടോളറൻസ് ഉപയോഗിച്ചാൽ എന്ത് പറ്റും? എത്തനാലിനും സിൽവർ ബെർ കിട്ടും, പ്രൊപ്പനാലിനും കിട്ടും. അപ്പൊ എന്ത് പറ്റും? ഇതിന് പറ്റും. ഇവർക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട്, നിങ്ങൾക്ക് ചോദിച്ചത് അല്ലെ, അസറ്റോഫിനോൺ ആൻഡ് ബെൻസോഫിനോൺ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റനാണ്. അതിന് ഏതാണ്? അയഡോഫോം. അസറ്റോഫിനോൺ എന്ന് പറഞ്ഞ ബെൻസീനിക്കിന് മുകളിൽ COCH3 ഉണ്ടോ, അസറ്റോഫിനോൺ. അസറ്റോഫിനോൺ റിയാക്ട് വിത്ത് ടോളറൻസ് റിയേജന്റ് അല്ലേ, സോറി ഇത് അയഡോഫോം റിയേജന്റ് എന്ന് പറഞ്ഞത് എഴുതി പോകും കേട്ടോ. ഇനി റിയേജന്റ് കഴിഞ്ഞ അടുത്ത ലൈനിൽ എഴുതി വെക്കാം. ഡിസ്റ്റിങ്ക്വിഷ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് റിയേജന്റ്. റിയേജന്റ് നെക്സ്റ്റ് ലൈനിൽ റിയേജന്റ് ഹൈഫൺ NaOH plus I2. റിയേജന്റ് NaOH plus I2, NaOH plus I2. ഓർ ഇതിനെ രണ്ടും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് NaOI എന്ന് എഴുതാറുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. NaOI കണ്ടോ, ഓർത്ത് നോക്കാം. NaOH plus I2 ഓർ എന്താണ് NaOI. കണ്ടോ, ഇവിടെ നിന്ന് വെച്ചും ഐയും HI ആയിട്ട് പോകും, എന്നിട്ട് ജോയിൻ ചെയ്യും കേട്ടോ. NaOI. then precipitate, precipitate hyphen yellow precipitate, yellow color ആണ് കേട്ടോ. precipitate hyphen yellow precipitate. yellow precipitate. ഇനി എക്സാമ്പിൾ ചെയ്യാണ്, നമുക്കത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനായിട്ടുള്ള രീതിയിൽ. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ ഇക്വേഷൻ എല്ലാത്തിനും അങ്ങനെയല്ലേ ചെയ്തത് അല്ലേ? CH3 C ഡബിൾ ബോണ്ടോ CH2 CH3. ഇതിന്റെ പേരെന്താ? പെൻഡന്റ് 2 ആണ്. പെൻഡന്റ് 2 എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, സെക്കൻഡ് പൊസിഷനിൽ C ഡബിൾ ബോണ്ട് ഉണ്ട്. പെൻഡന്റ് 3 ഓൺ പറ്റുമോ? ഇത് നോക്കിയോ കേട്ടോ. പെൻഡന്റ് 3 ഓൺ. ഇതിന് പറ്റില്ല. കാരണം എന്താ, ഇത് സെക്കൻഡ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം. അതാണ് സെക്കൻഡ് പൊസിഷനിൽ C ഡബിൾ ബോണ്ട് വരെ. ഇങ്ങനെ വരുമ്പോ ഈ ഇതിലേക്ക് ഇടുന്ന റിയേജന്റ് ഏതാണെന്ന് പറഞ്ഞേക്കുന്നത് NaOH plus I2 അല്ലെങ്കിൽ NaOI അല്ലേ. ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇങ്ങനെ എടുക്കുക, ഇവിടെ കട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് CH2 എന്ന് പറഞ്ഞാൽ
ഇവിടെ ഇങ്ങനെ മനസ്സിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എത്ര കാർബൺ ഉണ്ടത്? 1 കാർബൺ. ആ കാർബൺ CH3 ആയി മാറും. CH3 ആ H ഒക്കെ മാറിയിട്ട് അവിടെ I വരും. ഇതിനെയാണ് എന്ത് പ്രസിപ്പിറ്റേറ്റ് വരുന്നത്? യെല്ലോ. അപ്പോ എവിടെ എഡോഫിൻ ടെസ്റ്റ് നടത്തിയാലും ഈ ഒരെണ്ണം ഉണ്ടാവും. എന്തുകൊണ്ടാ? ഇതൊക്കെ കട്ട് ചെയ്തു ഉണ്ടോ? നോക്കാം. ഇവിടെ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം CH3 ഗ്രൂപ്പ് ഇവിടെ വരും. ഇനി ബാക്കി എന്തുണ്ട്? 1 2 3 4 ശരിയല്ലേ? അല്ലേ? അത് എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ബ്ലാക്ക് എഴുതാം. എവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത്? ഇതല്ലേ? ഇവിടെ വരെ അല്ലേ? അത് ഞാൻ ഇവിടെ നിന്ന് എഴുതുന്നത് CH3 CH2 CH2 C ഡബിൾ ബോണ്ടോ കേട്ടോ. ശ്രദ്ധിച്ചു. CH3 CH2 നിങ്ങൾ മോളില് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് കെമിസ്ട്രിന്ന് കൊടുത്തിട്ട് ഇൻഡ്യൂട്ട് തന്നെ കേട്ടോ, പാസ് ചെയ്ത് തന്നെ കേട്ടോ. CH3 CH2 CH2 C ഡബിൾ ബോണ്ട് ഉണ്ടോ? വല്ല വ്യത്യാസം ഉണ്ടോ? എവിടെ കട്ട് ചെയ്തോ? കട്ട് ചെയ്തു. 2 പീസ് കിട്ടിയില്ലേ? ആ പീസ് ഇങ്ങനെയൊക്കെ എടുത്തു കൂടെ കേക്ക് കട്ട് ചെയ്താൽ അല്ലേ? ആ കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ മേടിക്കണമെന്നുണ്ടോ? ഇങ്ങനെ തിരിച്ചോടെ കുഴപ്പമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ തിരിച്ചു ഉണ്ടോ? ഇനി എന്ത് ചെയ്യും? ഈ ബാക്കി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നിന്ന് ONA അതിലേക്ക് വരും. എന്തിനു വരും? ONA. അപ്പോ ഈ NaOH നിന്ന് ONA വരും. ഇതാണ് ഇതിന്റെ COONA കിട്ടും. എല്ലായിടത്തും എന്തായിരിക്കും? COONA. ഇതിന്റെ പേരെന്തായിരിക്കും? സോഡിയം ഉണ്ടോ? അവിടെ നോക്കുക. സോൾട്ട് ഓഫ് കാർബോക്സിലിക്. അല്ല ഇമ്പാക്ട് നെയിം എന്തായിരിക്കും? ബ്യൂട്ടനോയിഡ്. OAT ചേർക്കണം കേട്ടോ. അപ്പൊ മെത്തേഡ് ഒന്നും കൂടി പറയാം. അയോഡോഫോമിൽ എന്തായിരിക്കും? CH3CO ഉള്ള ഗ്രൂപ്പിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ CH3 ഗ്രൂപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ചെയ്യാം കേട്ടോ. പ്ലസ് CH3 പ്ലസ് 2 കോമ്പൗണ്ട് കേട്ടോ. ഇത് ബൈ പ്രൊഡക്റ്റ് ആണ്. CH3 ആണ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് എഴുതുന്നത്. എഴുതുന്ന 2 എഴുതണം കേട്ടോ. ഒബ്സർവേഷൻ എപ്പോഴും എഴുതുന്നത്. ഒബ്സർവേഷൻ PPT ഇത് നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എന്തായിരിക്കും കേട്ടോ? ഇത് വേഗം എഴുതാം. ഇത് നടക്കൂല കേട്ടോ. അപ്പൊ CH3CO ഗ്രൂപ്പ് മനസ്സിൽ കൊണ്ടുവരണം. CH3CHOH സെക്കൻഡ് പൊസിഷൻ OH കേട്ടോ. അതിനായാലും കട്ടിങ് അത് തന്നെയായിരിക്കും. ഒരു CH3 കട്ടി ബാക്കിയുള്ളതിനൊപ്പം ലാസ്റ്റ് കാർബണിന്റെ ഒപ്പം ചേർത്താകുക COONA. ഫിനോളിന്റെ ടെസ്റ്റ് വേറെ ഏതെങ്കിലും എഴുതി വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ടെസ്റ്റ് കൂടി എഴുതി കഴിഞ്ഞാൽ ആ ഏരിയ ക്ലോസ് ചെയ്ത് കൊണ്ടുപോകാം. അടുത്ത് ഫിനോളിന്റെ ഒരു FeCl3 ടെസ്റ്റ് ഇല്ലേ, പ്രാക്ടിക്കലി വയലറ്റ് പ്രസിപ്പിറ്റേറ്റുകൾ അതും കൂടി വെക്കണം. കാരണം അതില്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഈ ചാർട്ട് കേട്ടോ. നോക്കാം. ഹെഡിങ് എഴുതി കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. സോഡിയം ബൈകാർബണേറ്റ് ഫോർത്ത് ടെസ്റ്റ് ആയിട്ടാണ്. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. അത് മാറിപ്പോയതായിരിക്കും. എന്തായാലും കറക്റ്റ് ഓർഡറിൽ കിട്ടും. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് ഒന്ന് ഓർഡറിലാക്കിയിട്ട് 17 കേട്ടോ. ഫസ്റ്റ് എഴുതി വെക്കാം. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. ഡിസ്റ്റിംഗ്വിഷ് ഹൈഫൺ ഓൾ കാർബോക്സിലിക് ആസിഡ് എല്ലാ ടൈപ്പ് കാർബോക്സിലിക് ആസിഡ്. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് കേട്ടോ. ഫോർത്ത് ടെസ്റ്റ് ആണ് സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്. സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് ഡിസ്റ്റിംഗ്വിഷ് എന്തായിരുന്നു? ഓൾ കാർബോക്സിലിക് ആസിഡ്. ഡിസ്റ്റിംഗ്വിഷ് ഓൾ കാർബോക്സിലിക് ആസിഡ്. ഓൾ കാർബോക്സിലിക് ആസിഡ്. അതെ കേട്ടോ. ഓൾ കാർബോക്സിലിക് ആസിഡ്. Then reagent നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ് നമ്മൾ 10th ൽ പഠിച്ചില്ലേ? NaHCO3. reagent NaHCO3.
10th സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. അതിൽ ലാസ്റ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ക്ലോറോ ആൽക്കലി പ്രോസസ്, ബ്ലീച്ചിങ് പൗഡർ, ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതും ലോഗോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അത് തന്നെയാണ് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 കേട്ടോ, NaHCO3. Then precipitate പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കൊക്കക്കോളയിലേക്ക് വിൻഡോസ് ഇട്ടാൽ എന്ത് വരും? പൊട്ടിത്തെറിക്കുന്നൊന്നുമില്ല. brisk effervescence of CO2 കേട്ടോ, ഓർക്കുക. brisk effervescence of CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ ഇല്ലേ സോഡയൊക്കെ തുറക്കുമ്പോൾ ഇങ്ങനെ വരാറില്ലേ, അതിനെയാണ് brisk effervescence കേട്ടോ. brisk effervescence of CO2 കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം അല്ലേ. effervescence എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കുക. CH3COH ഏത് കാർബോക്സിലിക് ആസിഡ് യൂസ് ചെയ്യാം? അതിലേക്ക് NaHCO3 ഇട്ടാൽ എന്ത് പറ്റും? കറസ്പോണ്ടിങ് സോൾട്ട് CH3COO Na പ്ലസ് എന്ത് വരും? CO2 plus H2. കേട്ടോ, വേഗം എടുത്ത്. ഇത് പഠിച്ചിരിക്കുക അല്ലേ? ഹോംവർക്ക് വേണം അല്ലേ? ഹോംവർക്ക് വേണം. 12.13 ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. 12.13 ഈ ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 12.13 അതിൽ ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും നമ്മൾ ചെയ്യും. ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അത് ക്ലിയർ ആയിട്ട് ആണോ? നോക്കി കേട്ടോ, നോക്കാം ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. അതിൽ 1.3 ആണ് എന്തായാലും. എക്സസൈസ് 1.3 ചാപ്റ്റർ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഏതായിരുന്നു? 8.13 കേട്ടോ. 8.13 ഒന്ന് നോട്ട് ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ 1.3 ആണ്. 8.13 ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് കേട്ടോ, നോക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവ് എ സിമ്പിൾ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർ ഓഫ് കോമ്പൗണ്ട്. അതിൽ ഫസ്റ്റ് പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. അത് എഴുതിക്കും എന്തായാലും. പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. 8.13 എന്ന് മെൻഷൻ ചെയ്യാം. 8.13 ആകെ 7 ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. 2 ക്വസ്റ്റ്യൻസ് ഇപ്പോ തന്നെ ചെയ്യും. പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം. പ്രൊപ്പനാൽ ഇതാണ് പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. അപ്പൊ ആദ്യം ഓർത്തു നോക്കുക, ഇത് ആന്റിഹൈഡ് എന്താണ്? കീറ്റോൺ. അപ്പൊ നമുക്കറിയാം ഇത് ആന്റിഹൈഡ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മറ്റേത് എന്തായിരിക്കും? കീറ്റോൺ ആണ്. ആ രീതിയിൽ വരും. അപ്പൊ അതിന്റെ ആൻസർ എഴുതി വെക്കുക. ആൻസർ എഴുതുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ എല്ലാം എഴുതും. ആൻസർ എഴുതി വെക്കുക. പ്രൊപ്പനാൽ റിയാക്ട് വിത്ത് ടോളൻസ് റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. അങ്ങനെ എഴുതണം കേട്ടോ. പ്രൊപ്പനാൽ റിയാക്ട് വിത്ത് ടോളൻസ് റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. പ്രൊപ്പനാൽ റിയാക്ട് വിത്ത് ടോളൻസ് റിയേജന്റ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് to form propanal and distinguish propanal react with ammonical silver nitrate to form silver mirror precipitate.
നോളജിലേക്ക് പ്രൊപ്പനർ റിയാക്ടർ പക്ഷേ പ്രൊപ്പനർ റിയാക്ടർ ആകത്തില്ല. സിൽവർ മിറർ പ്രോസസ്. എന്നിട്ട് അതിന് താഴെ ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ഓർക്കുക CH2 CH2 CHO. ഞാൻ പറഞ്ഞു ഈ CHO മാറി COO മൈനസ് ആവും. ആകെ അത്ര വ്യത്യാസമുള്ളൂ. ഏത് കോമ്പൗണ്ട് ആയിക്കോട്ടെ ആകെ ചേഞ്ച് ചെയ്ത് എവിടെയാ CHO മാറി COO മൈനസ് ആവും. പിന്നെ ബൈ പ്രോഡക്റ്റ് ഏതൊക്കെ വരുന്നേ പ്ലസ് AG അല്ലേ ഓർക്കുക പ്ലസ് AG. പിന്നെ ഒരെണ്ണം കൂടി വരുമല്ലോ H2O പ്ലസ് NH ഓർക്കുക. ആ ഏജിൽ അവിടെ എഴുതണം അല്ലെങ്കിൽ മാർക്ക് വരില്ല. എന്താണ് സിൽവർ മിറർ പ്രെസിപ്പിറ്റി. ഏജിൽ അവിടെ സിൽവർ മിറർ പ്രെസിപ്പിറ്റി. ഇത്ര എഴുതിയാൽ മാത്രം പോരാ. അവിടെ ശ്രദ്ധിക്കുക അടുത്ത ലൈനില് ഇത് എഴുതി കഴിട്ടെ ഇത് എഴുതി കഴിട്ടു. അടുത്ത ലൈനിൽ എഴുതി വെക്കുക പ്രൊപ്പനോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ടോളർ സ്റ്റേറ്റ്. അങ്ങനെ എഴുതണം അല്ലെങ്കിൽ മാർക്ക് തരൂല. ഒരെണ്ണം കിട്ടും മറ്റേത് കിട്ടില്ല. അങ്ങനെ ആവണം. ഇങ്ങനെ കാര്യമുള്ളൂ. ഒരെണ്ണം കിട്ടും മറ്റേത് കിട്ടില്ല. അങ്ങനെ ആവണം. വേണമെങ്കിൽ പ്രോപ്പർ നോൺ അയോഡോഫോം കൊടുത്ത് അയോഡോഫോം ചെയ്യാം, ഫെയിലിങ്സ് ചെയ്യാം. കീറ്റോൺ എന്ന് പറയുമ്പോൾ ഇതിന് മാത്രമേ അയോഡോഫോം കൂടി കിട്ടും. മറ്റേത് കിട്ടില്ല. അങ്ങനെ എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. അതിലെ 5 ടെസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരാളെ ഐഡന്റിഫൈ ചെയ്താൽ മറ്റേ നോക്കാം. അടുത്ത എന്ത് എഴുതണം നെക്സ്റ്റ് പ്രൊപ്പനോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ടോളറൻസ് ടെസ്റ്റ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എഴുതണം കേട്ടോ. കാരണം ഈ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഫോർമാറ്റ് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം ഇതിങ്ങനെയൊക്കെയാണ് എന്ന്. എങ്കിൽ പോലും ഇതിങ്ങനെ എടുത്ത് തന്നെ എഴുതണം. കാരണം ബുക്കുകളിലെ വീടുകളിലൊക്കെ ഇങ്ങനെ വന്ന് കുറേ കുട്ടികൾ ഇങ്ങനെ തന്നെ എഴുതും നോ റിയാക്ഷൻ. അപ്പോൾ ടീച്ചേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. പെട്ടെന്ന് തന്നെ അവിടെ ആ മാർക്കിലേക്ക് വരും. വായിക്കാനൊന്നുമില്ല. ഓർക്കുക ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയത് നോ റിയാക്ഷൻ. നോ റിയാക്ഷൻ. No reaction. നെക്സ്റ്റ് അമർ ആണ് അടുത്ത് പറയാൻ പോണേ കേട്ടോ. ഓർത്ത് നോക്കാം അസറ്റോഫിനോൺ ആൻഡ് ബെൻസോഫിനോൺ. അമർ അസറ്റോഫിനോൺ ആൻഡ് ബെൻസോഫിനോൺ. നെക്സ്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പേരുകൾ അറിയാത്ത ആൾക്കാർ ഒന്ന് വരച്ചു വെക്കുക. ഇതാണ് അസറ്റോഫിനോൺ. നമുക്ക് ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലേ അതിൽ കിട്ടുന്ന അസറ്റോഫിനോൺ കോമൺ നെയിം ആണ്. ബെൻസോഫിനോൺ നിങ്ങൾക്ക് അധികം പരിചയമില്ല. ബെൻസോഫിനോൺ കേട്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ബെൻസോഫിനോൺ ഒക്കെ ഒന്ന് വരച്ചു വെക്കുക. അല്ലെങ്കിൽ ഇത് ആരാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബെൻസോഫിനോൺ. ഏത് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അമർ പറഞ്ഞേ. അസറ്റോഫിനോൺ ആൻഡ് ബെൻസോഫിനോൺ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. നമ്മൾ എഴുതിയേക്കുന്നതിലൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ആകെ 4 എണ്ണമല്ലേ ഉള്ളൂ. അതിൽ വായിച്ചിട്ട് ചെയ്തെടുക്കും. ആൽഡിഹൈഡ് അല്ലെങ്കിൽ ആദ്യത്തെ 2 എണ്ണം അല്ല കണ്ടോ. ആൽഡിഹൈഡ് ആണോ? അത് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ CHO അല്ലേ? അങ്ങനെ CHO ഉണ്ടോ ഇതിനകത്ത്? ഇല്ല അല്ലേ. ഇത് കീറ്റോൺ ആണ്. കീറ്റോണായിട്ടൊരു ടെസ്റ്റും ഇല്ല അതിനകത്ത്. പക്ഷേ അയോഡോഫോൺ ടെസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? CH3CO ഗ്രൂപ്പ് ഉണ്ടോ? ഇയാൾക്ക് CH3CO ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ. CH3CO ഗ്രൂപ്പ് ഉണ്ട്. ഇതിനകത്തില്ല. അപ്പൊ എന്തായിരിക്കും എന്റെ ആൻസർ? അയോഡോഫോൺ ടെസ്റ്റ്. അപ്പൊ എങ്ങനെ എഴുതാം? അസറ്റോഫിനോൺ റിയാക്ട് വിത്ത് എഴുതണ്ട. അസറ്റോഫിനോൺ റിയാക്ട് വിത്ത് അയോഡോഫോൺ റിയേജന്റ്. ഏതാ? NaOH+I2 ഫോം എന്ത് കിട്ടും? യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അടുത്ത ലൈനിൽ എന്ത് എഴുതും? ബെൻസോഫിനോൺ നോ റിയാക്ഷൻ. നീ റിയാക്ഷൻ എഴുതണം. റിയാക്ഷൻ എഴുതുമ്പോൾ എവിടെ കട്ട് ചെയ്യണ്ടേ? CH3 അവിടെ കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് വരും? CHI3. ഈ CH3 യുടെ H ഒക്കെ കളഞ്ഞ് CHI3 ആക്കണം. ഇവിടെ എന്ത് എഴുതണം? COONA കേട്ടോ. നോക്കാം
ഓക്കെ, അപ്പോൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. ഓർത്തോക്കാം, ഒന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങനെ പറയരുത് കേട്ടോ. ഓർത്തോക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലിരുന്നിട്ട് നമ്മൾ ആ പഠിച്ചത് ഒന്ന് മാച്ച് ചെയ്ത് ചെയ്യണം കേട്ടോ. ഓർത്തോക്കാം. മൈൻഡ് ചെയ്യാം കേട്ടോ. ആ ചോദിച്ചോക്കൂല. താങ്ക് യു.